നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിയുള്ള ദിനേശ്. നമ്മളിത് ചിത്രീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എറണാകുളത്ത് അമ്മയുടെ ജനറൽ ബോഡി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ രാവിലെ കുറേയൊക്കെ വെച്ച് നോക്കി. സുരേഷ് ഗോപി വന്നിട്ട് പോയെന്ന് തോന്നുന്നു. മമ്മൂട്ടി ഇവിടെ ഇല്ല, ജപ്പാനിലോ എന്തോ ആണ്. മിനിങ്ങാന്ന് മകൻ മരിച്ച സിദ്ദിഖ് അവിടെ നിൽക്കുന്ന കണ്ടു. എനിക്ക് ആ ജനറൽ ബോഡി കണ്ടെടുത്തപ്പോൾ തോന്നിയൊരു കാര്യം, അമ്മ എന്ന് പറഞ്ഞ സംഘടന ഈ പുതിയ ജനറേഷനിലെ നടന്മാർക്ക് വേണ്ട എന്ന് തോന്നുന്നു. കമ്മിറ്റിയിലൊക്കെ ഉള്ളതുകൊണ്ട് ടൊവിനോ തോമസ് ഉണ്ടായിരുന്നു, പക്ഷെ വേറെ ആരെയും കാണാനില്ല. ഈ പുതിയ ജനറേഷനിലുള്ള ഒരു നടനെയോ നടിയെയോ കാണാനില്ല. അവർക്ക് അമ്മ വേണ്ട എന്ന് തോന്നുന്നു. എല്ലാവരും എന്താ പറയുക, പഴയകാല നടന്മാരാണ്. എന്നാലും ഓരോരുത്തരുടെയും മുന്നിൽ ചെന്ന് മോഹൻലാൽ കൈ കൊടുക്കുകയും കുശലം ചോദിക്കുകയൊക്കെ ചെയ്യുന്ന കണ്ടപ്പോൾ, അവരുടെ മുഖത്ത് വരുന്ന സന്തോഷം കണ്ടപ്പോൾ, ഒരു ജനറൽ ബോഡി ഓരോ വർഷവും ഇങ്ങനെ നടക്കുമ്പോൾ അങ്ങനെയെങ്കിലും എല്ലാവരെയും കാണാൻ പറ്റുന്നുണ്ട്. എനിക്ക് ആകെ ഒരു പ്രതിഷേധമേ ഉള്ളൂ. ഞാൻ കഴിഞ്ഞ വർഷം അത് പറഞ്ഞതാണ്. ഒരു ജനറൽ ബോഡി ഒന്നും സ്പോൺസേഡ് പ്രോഗ്രാം ആക്കരുത്. അതിനിപ്പോൾ ബാബു പോയി വേറൊരാൾ വരുമ്പോൾ ചിലവും ആക്കില്ലായിരിക്കും. കാരണം എല്ലാം സ്പോൺസറിങ് ആണ്. 2 ലക്ഷമോ 5 ലക്ഷമോ 10 ലക്ഷമോ കൊടുത്തിട്ടായിരിക്കണം ഒരു യൂട്യൂബർ അമ്മയുടെ ജനറൽ ബോഡി ഒറ്റയ്ക്കങ്ങ് എടുക്കുകയാണ്. അപ്പോൾ അവിടെ നൂറുകണക്കിന് യൂട്യൂബർമാർ ചിലപ്പോൾ ചെന്ന് കാണും. ചാനലെല്ലാം ചെന്ന് കാണും. അവർക്കൊന്നും എടുക്കാൻ പറ്റാതെ ഒരാളിന് മോണോപ്പൊളിയായിട്ട് കൊടുക്കുന്നത് ശരിയല്ല. അത് ജനറൽ ബോഡിയല്ലേ ഒരു അമ്മയുടെ, ഒരു സംഘടനയുടെ ജനറൽ ബോഡിയൊക്കെ എടുത്ത് സ്പോൺസേഡായിട്ട് ഒരുത്തന് വിൽക്കുക എന്ന് പറയുന്നത് ആർക്ക് കൊടുത്താലും, എ ഓർ ബി ആർക്ക് കൊടുത്താലും അത് തെറ്റാണ്. അതുപോലെ തന്നെ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ അവസാന ഭാഗത്തേക്ക് എത്തുമ്പോൾ അതിൻ്റെ സ്പോൺസർഷിപ്പുകൾ കൊടുത്തിരുന്നവരുടെ ഓരോ ആൾക്കാരെയായിട്ട് സ്റ്റേജിൽ വിളിച്ച് മോഹൻലാലിനെ കൊണ്ട് ഷീൽഡ് കൊടുപ്പിക്കുന്നു. കണ്ടെടുത്തപ്പോൾ എനിക്ക് തമാശ തോന്നി. എല്ലാം സ്പോൺസേഡാണ്. ഷീൽഡ് വരെ ഒരാൾ സ്പോൺസർ ചെയ്തതാണ്. അമ്മയ്ക്ക് ലാഭം ഉണ്ടാക്കാനായിട്ട് ഒരു ജനറൽ ബോഡി നടക്കുമ്പോൾ കുറേ ലക്ഷങ്ങൾ ലാഭം ഉണ്ടാക്കാനായിട്ട് ബാബു ചെയ്തതായിരിക്കും. പക്ഷേ അതൊന്നും ഞാൻ പ്രോത്സാഹിപ്പിക്കണം എന്ന് പറയുന്ന ഒരാളല്ല. ഇനിയിപ്പോൾ അടുത്ത ജനറൽ ബോഡി ആകുമ്പോൾ പിന്നെ ബാബു ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ ആയില്ലായിരിക്കും. അടുത്ത ജനറൽ ബോഡിയിൽ മോഹൻലാലിൻ്റെ ജുബ്ബ സ്പോൺസർ ചെയ്തത് മറ്റേ ഏതെങ്കിലും ഒരു തുണിക്കട രാമചന്ദ്ര ടെക്സ്റ്റൈൽ അല്ലെങ്കിൽ പോത്തീസ്, മോഹൻലാലിൻ്റെ മുണ്ട് സ്പോൺസർ ചെയ്തത് എന്നൊക്കെ പറയിക്കുന്നത് നാണക്കേടാണെന്ന് ഒരു സംഘടനയ്ക്ക്. അടുത്ത വരുന്ന പുതിയ കമ്മിറ്റിയെങ്കിലും സിദ്ദിഖിൻ്റെ ജനറൽ സെക്രട്ടറിയായി സിദ്ദിഖൊക്കെ വരുമ്പോൾ ബാബു ചെയ്തിരുന്ന പോലെ നമ്മളിത് സ്പോൺസർഡ് ആക്കണ്ട. ഇത് ഒരു ചാനലിന് മോണോപ്പൊളിയായിട്ട് കൊടുത്ത് പൈസ വാങ്ങണ്ട. എല്ലാം ചാനലിലേക്ക് ഭക്ഷണം, ഒരു വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഭക്ഷണം വരെ സ്പോൺസേഡ് ആക്കണ്ട, കൊടുക്കുന്ന ഷീൽഡ് സ്പോൺസേഡ് ആക്കണ്ട എന്നുള്ളൊരു തീരുമാനം എടുക്കണം. അല്ലെങ്കിൽ അത് നാണക്കേടാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. വോട്ടെണ്ണി അടുത്ത 3 വർഷക്കാലം അമ്മ ഭരിക്കേണ്ടവരാരെന്ന് തീരുമാനിക്കുമ്പോൾ അത് ആരൊക്കെയാണെന്ന് അറിയാനുള്ള ആകാംക്ഷ എൻ്റെ മനസ്സിലുണ്ട്. ആ ആകാംക്ഷയോടെയാണ് ഞാൻ ഇന്നത്തെ പ്രോഗ്രാം അവതരിപ്പിക്കുന്നത്. എന്തായാലും ജയിച്ചു വരുന്ന 2024 മുതൽ 27 വരെ ഭരിക്കേണ്ട പുതിയ ഭരണകർത്താക്കൾക്ക് എല്ലാവിധ ആശംസകളും. നമസ്കാരം. നമ്മൾ ഇന്ന് അവതരിപ്പിക്കുന്നത് ഹിറ്റുകളുടെ കഥ എന്ന് പറഞ്ഞ സെഗ്മെൻറ്റാണ്. ഹിറ്റുകളുടെ കഥയിൽ കുറേ സിനിമകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിലേറ്റവും ദൈർഘ്യമേറിയ ഹിറ്റുകളുടെ കഥ ചിലപ്പോൾ ഇന്ന് ഈ ചെയ്യുന്ന കഥയായിരിക്കും. സിദ്ദിഖ് ലാൽ എന്ന് പറഞ്ഞ മലയാള സിനിമയ്ക്ക് പൊട്ടിച്ചിരിയുടെ പരമ്പരകൾ തന്നെ നൽകിയ ഇരട്ട സംവിധായകർ സംവിധാനം ചെയ്ത സിനിമകൾ ഒന്നും വേസ്റ്റായി പോയതല്ല. എല്ലാം നല്ല നല്ല പടങ്ങളായിരുന്നു. ഇംഗ്ലീഷ് ടൈറ്റിലുകളാണ് അവർ ഉപയോഗിച്ചിരുന്നെങ്കിൽ പോലും മലയാളീകരിക്കാവുന്ന, മലയാളത്വമുള്ള, നമ്മളെ സമൂഹത്തിൽ ചുറ്റും കാണാവുന്ന ആൾക്കാരെ വച്ച്. ഇപ്പോൾ വിയറ്റ്നാം കോളനിയിലെ ഗുണ്ടകളെയൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ ഞാൻ ആലോചിക്കും, ഇരുന്ന് ചിരിച്ചു പോകാറിയാതെ ഓരോരുത്തരും പേരൊക്കെ ആലോചിക്കുമ്പോഴേ. റാവുത്തറണ്ണൈ, എന്തോന്ന് കുറേ ഉണ്ട് പേരുകൾ. ഭീമൻ രഘുവിൻ്റെയൊക്കെ വിജയരാഘവൻ്റെയൊക്കെ നല്ല പേരുകളാണ്. നല്ല സിനിമകളാണ് നമുക്ക് അവർ രണ്ടുപേരും കൂടെ തന്നത്. ആ ജോഡികൾ പിരിഞ്ഞത് സത്യത്തിൽ പിരിയരുതായിരുന്നു. ഞാനിന്ന് ചെയ്യുന്ന ഹിറ്റുകളുടെ കഥ എന്ന് പറയുന്നത് സിദ്ദിഖ് ലാൽ എന്ന് പറഞ്ഞ ഒരു ഇരട്ട സംവിധായകരെ മലയാളത്തിന് സമ്മാനിച്ച റാംജി റാവു സ്പീക്കിംഗ് എന്ന് പറഞ്ഞ സിനിമയെക്കുറിച്ചാണ്. ഇവിടെ ഒരുപാട് സംവിധായകന്മാരുണ്ടെന്ന് മാത്രമല്ല, കോടികൾ, 500 കോടിയും 600 കോടിയും 1000 കോടിയൊക്കെ ഉണ്ടാക്കിയ സംവിധായകർ പോലും അവരുടെ ഒരു ശിക്ഷനെ വച്ച് സിനിമകൾ ചെയ്യിച്ചിട്ടില്ല.
മദ്രാസിൽ നോക്കി ശങ്കർ അടക്കം എത്ര സംവിധായകർ അവരുടെ ശിഷ്യന്മാരെ വെച്ച് സിനിമ ചെയ്യുന്നു. ശങ്കർ ഒരു പടത്തിന് 200-250 കോടി പ്രതിഫലം വാങ്ങിച്ചാൽ അതിലൊരു 100 കോടി ശിഷ്യന്മാരെ കൊണ്ട് സിനിമ എടുക്കാനാണ് മുടക്കുന്നത്. ഇവിടെ അപൂർവം ചിലർ മാത്രമേ അങ്ങനെ ആ ഒരു വിശാല മനസ്സ് കാണിച്ചിട്ടുള്ളൂ. അതിലൊന്നും ബാലചന്ദ്ര മേനോനാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന രാജൻ ശങ്കരാടി ആയാലും ആർ ഗോപിനാഥ് ആയാലും വിജി തമ്പി ആയാലും അവരെയൊക്കെ കൊണ്ട് അദ്ദേഹം സിനിമ സംവിധാനം ചെയ്യിച്ചു. പിന്നെ പറയാവുന്ന ഫാസിലാണ്. അദ്ദേഹവും മുരളീകൃഷ്ണൻ അടക്കം സിദ്ദിഖ് ലാൽ അടക്കം ശിഷ്യന്മാരെ കൊണ്ട് സിനിമ ചെയ്യിച്ച ആളാണ്. നോക്കത്താ ദൂരത്ത് കണ്ണും നട്ട് എന്ന് പറഞ്ഞ സിനിമയിൽ ഇപ്പോഴും അത് ആലോചിച്ച ചിരി വരും. കുഞ്ഞുഞ്ഞമ്മ എന്ന് പറഞ്ഞ പത്മിനിയുടെ ക്യാരക്ടർ എപ്പോഴും തുമ്മലിൻ്റെ ഒരു അലർജിയുള്ള ഒരു കഥാപാത്രമായിരുന്നു. പാവം, എന്ത് രസമായിട്ട് ചെയ്ത സിനിമയായിരുന്നു. മോഹൻലാലിനെ പറ്റിക്കാൻ നദിയമ്മ വെച്ച് ചെയ്ത ഗേളി ഒരു കണ്ണാടിയുമായിട്ട് വരുന്നത്. ഈ കണ്ണാടി വെച്ചാൽ ശിവകുമാറെ നിങ്ങളിട്ടിരിക്കുന്ന ഒരു വസ്ത്രവും എനിക്ക് കാണാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ മോഹൻലാൽ കിടന്ന് ചമ്മുന്ന ചമ്മൽ അങ്ങനെ ലോകത്തൊന്നും ഇല്ലയെന്ന് പറഞ്ഞിട്ട് മോഹൻലാൽ ഓരോ ഭാഗമായിട്ട് മറയ്ക്കാൻ ശ്രമിക്കുന്ന രസകരമായ എത്ര സിനിമകളല്ലേ പാച്ചിക്ക നമുക്ക് തന്നത്. എന്തോ അവസാനത്തെ 2-3 സിനിമകൾ വീണു പോയപ്പോൾ പാച്ചിക്ക സ്വയം അങ്ങ് പിൻവാങ്ങി. അങ്ങനെ പിൻവാങ്ങേണ്ട ആളല്ല പാച്ചിക്ക. എനിക്കിപ്പോഴും തോന്നുന്നത് മഞ്ഞളെറിഞ്ഞ പൂക്കൾ ഈ ജനറേഷനിൽ ഇപ്പോഴത്തെ പുതിയ ജനറേഷനിൽ ഇറങ്ങേണ്ട സിനിമയാണ്. എത്ര കാലം മുമ്പ് അദ്ദേഹം ചെയ്തു എന്ന് ആലോചിച്ചു നോക്കും. കാലത്തിന് മുന്നേ സഞ്ചരിച്ച മലയാളിയെ നല്ല സിനിമകൾ കാണിച്ചു തന്ന ആളായിരുന്നു പാച്ചിക്ക. അദ്ദേഹത്തിൻ്റെ ശിഷ്യഗണങ്ങളാണല്ലോ ഈ 2 സിദ്ദിഖും ലാലും. നോക്കത്താ ദൂരത്ത് കണ്ണു നട്ട് തുടങ്ങാനുള്ള ചർച്ചകൾ നടക്കുന്ന കാലം. എറണാകുളത്ത് നിന്നും കലാഭവനിൽ പ്രവർത്തിക്കുന്ന 2 ചെറുപ്പക്കാർ വരും. ഈ സിനിമയിൽ അവർ എന്നെ അസിസ്റ്റ് ചെയ്യും എന്ന് അദ്ദേഹം ആ ചർച്ചക്കിടയിൽ പറഞ്ഞു. പ്രത്യേകിച്ചും ഈ വാളക്കുഴി ഔസേപ്പച്ചൻ എന്ന് പറഞ്ഞൊരാളാണ് എപ്പോഴും ഫാസിലിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു നിർമ്മാതാവ്. ഈ ഔസേപ്പച്ചനും അപ്പച്ചനും മാറിപ്പോവും പലർക്കും. രണ്ടുപേരാണ്. സർഗേത്ര അപ്പച്ചനും വാളക്കുഴി ഫിലിംസിൻ്റെ ഔസേപ്പച്ചനും 2ആണെന്ന് അറിഞ്ഞാത്ത ഒരുപാട് പേരുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ വാളക്കുഴി ഔസേപ്പച്ചനോടാണ് പറഞ്ഞത്. എറണാകുളത്ത് നിന്ന് കലാഭവനിൽ മിമിക്രി ചെയ്യുന്ന 2 പേര് എന്നോടൊപ്പം ഈ പടത്തിൽ അസിസ്റ്റ് ചെയ്യാൻ വരും. അവരുടെ പ്രോഗ്രാം ഞാൻ കണ്ടിട്ടുണ്ട്. എന്നോട് ചില കഥകൾ പറയാനാണ് അവർ വന്നിരുന്നത്. നോക്കത്താ ദൂരത്ത് കണ്ണും തട്ട് തുടങ്ങും മുമ്പ് ഉദയായിലെ 5-ാം നമ്പർ മുറിയിൽ വെച്ച് സിദ്ദിഖും ലാലും വാളക്കുഴി ഫിലിംസിൻ്റെ ഔസേപ്പച്ചൻ്റെ കയ്യിൽ നിന്നും അഡ്വാൻസ് വാങ്ങിയാണ് സിനിമയിൽ തുടക്കം കുറിച്ചത്. പപ്പൻ, പ്രിയപ്പെട്ട പപ്പൻ, തിലകൻ ചേട്ടൻ കാലിനായിട്ട് അഭിനയിച്ച നല്ല രസമുള്ള പടമാണ്. അയ്യോ, അതിൽ ബഹദൂറൊക്കെ കാണിച്ച വേലകൾ, നാടോടിക്കാറ്റ്, ഈ സിനിമകളുടെയൊക്കെ കഥ എഴുതിയത് സിദ്ദിഖ് ലാലായിരുന്നു. അതിനുശേഷമാണ് അവർ പാച്ചിക്കയെ കാണാൻ വന്നത്. അതും ഇതുപോലെ കഥ പറയാൻ എന്തോ വന്നതാണ്. അപ്പോൾ നിങ്ങൾ കഥ പറഞ്ഞ് നടക്കേണ്ടി വരുന്നല്ല, നിങ്ങൾ സിനിമ സംവിധാനം ചെയ്യണം, എൻ്റെ കൂടെ നിന്ന് പഠിക്കുക എന്ന് പറഞ്ഞ് അദ്ദേഹം അവരെ 2 പേരെയും കൂട്ടി. എത്ര ദീർഘവീക്ഷണം പാച്ചിക്കയ്ക്ക് ഉണ്ടെന്ന് ആലോചിച്ചു. പാച്ചിക്കയൊക്കെ പോലുള്ള ഒരാളിനെ അസിസ്റ്റ് ചെയ്യാൻ കഴിയാത്തതാണ് എന്നെപ്പോലുള്ളവൻ്റെ നഷ്ടം എന്ന് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്. കുഞ്ഞുഞ്ഞുമ്മ എന്ന് പറയുന്ന പത്മിനി ചെയ്ത വേഷത്തിന് തുമ്മലൊരു പ്രശ്നമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ആര് അവരുടെ മുന്നിൽ കൂടെ പോകുമ്പോൾ അറിയാതെ തുമ്മിയാൽ പോലും അവർ ഒരുപാട് ശകാരിക്കും, ചീത്ത പറയും. നോക്കത്താ ദൂരത്ത് കണ്ണും നട്ട് ഒന്നുകൂടെ കണ്ടു നോക്കും. ഒരു സീനിൽ തുമ്മുന്ന ആളായിട്ട് സിദ്ദിഖ് അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൽ തെക്കും വടക്കും നടക്കുന്ന ചില സീനുകളിൽ ലാലും അഭിനയിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് എന്നെന്നും കണ്ണേട്ടൻ തമിഴിൽ വർഷം 16 എന്ന പേരിൽ ഫാസിൽ തന്നെ റീമേക്ക് ചെയ്തപ്പോൾ ഓ അയ്യാ ചാമി എന്ന് പറഞ്ഞാൽ അതിലൊരു നല്ല പാട്ടുണ്ട്, ഹിറ്റ് പാട്ട്. ആ ഗാനം കുറേ ഭാഗങ്ങൾ ചിത്രീകരിച്ചത് സിദ്ദിഖ് ലാലുമായിരുന്നു. ഫാസിലിന് കഴുത്തുളുക്കി ഷൂട്ടിങ്ങിന് പോകാൻ പറ്റാതെ പോയതിനാലാണ് ശിഷ്യരെ ചിത്രീകരണം ഏൽപ്പിച്ചത്. അവർ ഭംഗിയായി അത് ചിത്രീകരിക്കുകയും ചെയ്തു. ഒരുപക്ഷെ ഒരു ടെസ്റ്റ് ഡോസ് ആയിരുന്നിരിക്കും. പാട്ടിൻ്റെ ഇങ്ങനെയൊക്കെ എടുക്കണമെന്ന് പറഞ്ഞ് വിട്ടാൽ അവരെങ്ങനെ എടുക്കും എന്ന് ആലോചിച്ചിട്ട് അവർ അതിൽ എഫിഷ്യൻ്റ് ആണെന്ന് തോന്നിയാൽ ഒരു സിനിമ ചെയ്യിക്കാമെന്ന് അപ്പോഴേ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തോന്നിക്കാണും. വർഷം 16 ശേഷം ഒരു സിനിമ നിർമ്മിക്കാനായി ഈ വാളക്കുഴി ഔസേപ്പച്ചൻ ഫാസിലുമായിട്ട് സംസാരിച്ചു. അപ്പോൾ ഫാസിലുമായിട്ട് സംസാരിച്ചപ്പോൾ ഫാസിലാണ് അപ്പോഴൊരു പുതിയ ആശയം മുന്നോട്ട് വയ്ക്കുന്നത്. എനിക്ക് വേറെ ചില വർക്കുകൾ ഏറ്റെടുത്ത് തീർക്കാനുണ്ട്. നമുക്ക് ലാലിനെയും സിദ്ദിഖിനെയും കൊണ്ടൊരു സിനിമ സംവിധാനം ചെയ്യിച്ചാലോ എന്നായി ഫാസിൽ. 2 സംവിധായകർ ഒരു സിനിമ ചെയ്ത ചരിത്രം ഇവിടെ മുമ്പും ഉണ്ട്. കാരണം ആദ്യത്തെ ഇരട്ട സംവിധായകർ എന്ന് പറയുന്നത് PRS പിള്ളയും വിമൽ കുമാറും കൂടി ചേർന്ന് 1953 തിരമാല എന്ന് പറഞ്ഞൊരു സിനിമ സംവിധാനം ചെയ്തു. ഒരു ഇരട്ട സംവിധായകരായിരുന്നു.
ആ സിനിമയിലാണ് രാമു കാര്യാട്ട് അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തത്. 1954 രാമു കാര്യാട്ട് പി ഭാസ്കരൻ മാഷും കൂടെ ചേർന്ന് നീലക്കുയിൽ എന്ന് പറഞ്ഞ മലയാളത്തിന് ആദ്യമായി വെള്ളി മെഡൽ നേടുന്ന ചിത്രം ചെയ്തതും ഈ ഇരട്ട സംവിധായകരായിരുന്നു. ഒരുപാട് കാലത്തിന് ശേഷമാണ് ഇരട്ട സംവിധായകർ ഒരു സിനിമ ചെയ്യുന്നത്. അതും തിരക്കഥ എഴുതി സംവിധാനം ചെയ്തത് സിദ്ദിഖ് ലാൽ എന്ന് പറഞ്ഞ ഒരു നല്ല ടീമായി സൂപ്പർ ഹിറ്റുകൾ നമുക്ക് നൽകി. അനന്തവൃത്താന്തമൊക്കെ എടുത്ത അനിലും പൊന്നരഞ്ഞാണമൊക്കെ എടുത്ത PRS ബാബുവും കൂടെ ചേർന്ന് അനിൽ ബാബു എന്ന് പറഞ്ഞ പേരിൽ കുറേ സിനിമ ചെയ്തു. വർണ്ണമൊക്കെ എടുത്ത അശോകനും അതിൻ്റെ അസോസിയേറ്റ് ഡയറക്ടറായിരുന്ന താഹയും ചേർന്ന് അശോകൻ താഹ എന്ന് പറഞ്ഞ ഒരു ടീമുണ്ടായി. അതിൻ്റെ പിന്നാലെ റാഫിയും മെക്കാട്ടിനും കൂടെ ചേർന്ന് റാഫി മെക്കാട്ടിൻ എന്ന് പറഞ്ഞ ടീമുണ്ടായി. അവർ പഞ്ചാബി ഹൗസ് അടക്കം തെങ്കാശിപ്പട്ടണം അടക്കം എത്ര സൂപ്പർ ഹിറ്റുകൾ ചെയ്തു. അതുപോലെ തന്നെ എൻ്റെ സുഹൃത്തായ ഫാസിൽ കാട്ടുങ്കലും ജയകൃഷ്ണൻ എന്ന് പറഞ്ഞ ആളും കൂടി ചേർന്ന് കാഞ്ചീപുരത്തെ കല്യാണം എന്ന് പറഞ്ഞ് സുരേഷ് ഗോപി വെച്ചൊരു സിനിമ ചെയ്തു. പക്ഷേ ഈ ഇരട്ട സംവിധായകരൊക്കെ ഉണ്ടായെങ്കിലും സിദ്ദിഖ് ലാൽ എന്നതുപോലെ ശോഭിച്ചില്ല എന്നുള്ളതാണ് സത്യം. ഫാസിലിൻ്റെ മദ്രാസിലെ വീട്ടിൽ ഈ നിർണായക തീരുമാനം എടുക്കുമ്പോൾ മേളിലത്തെ മുറിയിൽ സിദ്ദിഖ് ഉണ്ട്, ലാൽ കൊച്ചിക്ക് മടങ്ങിപ്പോയി. ഞങ്ങൾ അടുത്ത് നിർമ്മിക്കുന്ന സിനിമ സംവിധാനം ചെയ്യുന്നത് സിദ്ദിഖും ലാലും ചേർന്നാണ്, എന്തു പറയുന്നുവെന്ന് മേളിലത്തെ റൂമിൽ ചെന്ന് വാളക്കുഴി ഔസേപ്പച്ചൻ ചോദിച്ചു. ശരിക്കും ആരായാലും ഞെട്ടിപ്പോവും. സിദ്ദിഖും ഞെട്ടിപ്പോയി. അല്പം കഴിഞ്ഞ് സ്വതസിദ്ധമായ ശൈലിയിൽ സിദ്ദിഖ് പറഞ്ഞ മറുപടി അതിനെന്താ, നമുക്ക് ചെയ്യാമല്ലോ എന്നായിരുന്നു. സിദ്ദിഖ് ഫാസിലിൻ്റെ മുറിയിലേക്ക് ചെന്നു. സിനിമ സംവിധാനം ചെയ്യാൻ തയ്യാറാണെന്ന് സമ്മതം അറിയിച്ചു. അപ്പോൾ പാച്ചിക്ക് പറഞ്ഞു, ഞാനൊരു കഥ തരാം, നിങ്ങൾ രണ്ടാളും കൂടി ചെയ്യണം. ഫാസിലിൻ്റെ കഥ മുഴുവൻ അദ്ദേഹത്തിൻ്റെ മനസ്സിലാണ്. അത് ചിലരങ്ങനെയാണ്. ഇപ്പോൾ ജോഷി സാറിൻ്റെ ഞാൻ അസോസിയേറ്റ് ചെയ്തിട്ടില്ല, എങ്കിൽ എനിക്ക് വട്ടായനെ. ജോഷി സാറ് സ്ക്രിപ്റ്റിന് ഇങ്ങനെ മടക്കി ഇത്ര വീതിയിൽ മടക്കി കൈ വെച്ചേക്കും. എടുക്കുന്ന ഓരോ ഷോട്ടുകളെക്കുറിച്ചും സാറിന് മാത്രമേ അറിവുണ്ടാവുള്ളൂ. മറ്റ് സംവിധായകർ, ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്ത സംവിധായകരെന്നൊക്കെ പറഞ്ഞാൽ അവർ വരച്ച് തരും. മിഡ് ഷോട്ട് ഏത്, സജഷൻ ഏത്, ക്രൈൻ ഷോട്ട് ഏത്, ലോങ് ഷോട്ട് ഏത്, ക്ലോസപ്പ് ഏത്, എല്ലാം എഴുതി തരും. നമുക്ക് പിന്നെ അതങ്ങ് എടുത്താൽ മതി. അപ്പോൾ 10 ക്ലോസപ്പ് എടുക്കാണ്ടെങ്കിൽ ആ 10 ക്ലോസപ്പ് അങ്ങ് എടുത്താൽ മതി. ജോഷി സാറിൻ്റെ സെറ്റിൽ അങ്ങനെയല്ലല്ലോ. അദ്ദേഹം തീരുമാനിക്കും ഈ ഷോട്ട് കഴിഞ്ഞാൽ അടുത്ത ഈ ഷോട്ട്. അത് മൊത്തം പിക്ചർ സാറിൻ്റെ തലയിൽ മാത്രമാണ്. അപ്പോൾ അസോസിയേറ്റ് ഡയറക്ടർക്കൊക്കെ വട്ടാവും കണ്ടിന്യൂറ്റി നോക്കി. അപ്പോൾ ഈ പറഞ്ഞതുപോലെയാണ്, ജോഷി സാറിന് പറഞ്ഞതുപോലെയാണ് ഫാസിലിൻ്റെ കഥ മുഴുവൻ അദ്ദേഹത്തിൻ്റെ മനസ്സിലാണ്. കാരണം സ്ക്രിപ്റ്റും അദ്ദേഹം തന്നെയാണല്ലോ എഴുതുന്നത്. എഴുതി വായിക്കുന്നതിൽ നിന്നും ഒരുപാട് മാറിപ്പോവും ചിത്രീകരിക്കുമ്പോൾ. അദ്ദേഹം പേപ്പറിൽ എഴുതി വയ്ക്കും, പക്ഷെ അതായിരിക്കില്ല ചിത്രീകരിക്കുന്നത്. മറ്റൊരാൾക്ക് പകർത്താനാകാത്ത ഒരു ശൈലിയാണത്. അതുകൊണ്ട് തന്നെ ഫാസിലിൻ്റെ കഥ ഈ ഇരട്ടകൾ ചെയ്താൽ നന്നാവില്ല എന്ന് അവർ തന്നെ തീരുമാനിച്ചു. സാറിൻ്റെ കഥ മുഴുവൻ മനസ്സിലാണ്, അതുകൊണ്ട് വന്നാലേ സിനിമ നന്നാവും. ഞങ്ങളൊരു കഥ പറയാം എന്നായി സിദ്ദിഖ്. ശരി, എങ്കിൽ നിങ്ങളൊരു കഥ ഉണ്ടാക്കുക, നന്നാവുമെങ്കിൽ നമുക്ക് നോക്കാം എന്നായി ഫാസിൽ. ഇതിനിടെ പറയാൻ വിട്ടു, സിദ്ദിഖിനോട് സംവിധാനം ചെയ്യാമോ എന്ന് ചോദിച്ചപ്പോൾ സിദ്ദിഖ് പിന്നെന്താ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ ലാലിനോട് ചോദിച്ചപ്പോൾ ഞാനൊന്ന് ആലോചിക്കട്ടെ, എനിക്ക് അല്പസമയം വേണമെന്ന് പറഞ്ഞു. 1 ദിവസം 2 ദിവസം എടുത്ത ശേഷമാണ് അദ്ദേഹം തീരുമാനം പറഞ്ഞത്. ശരി, ഞാൻ സിദ്ദിഖും കൂടി സിനിമ ചെയ്യാം എന്ന് പറഞ്ഞത്. അങ്ങനൊരു മാറ്റം കൂടെ ഉണ്ടായിരുന്നു. കഥയുണ്ടാക്കാൻ ഒരു മുറി എടുക്കണം. കയ്യിൽ 2 പേരുടെ കയ്യിലാണെങ്കിൽ കാശില്ല. എറണാകുളത്ത് പോയി മുറി എടുത്തോളാൻ പാച്ചിക്ക പറയുകയും ചെയ്തു. മുറി എടുക്കാൻ കാശില്ല എന്ന് പറയുന്നത് ഒരു നാണക്കേടല്ലേ, ഒരു ചമ്മലല്ലേ, അതുകൊണ്ട് പറഞ്ഞില്ല. കൈവശം ഉള്ളത് വച്ചൊരു മുറി എടുക്കാൻ സുഹൃത്തായ ആൻ്റണി മൈക്കിളിനോട് പറഞ്ഞു. ആൻ്റണി മൈക്കിൾ സിദ്ദിഖിൻ്റെയും ലാലിൻ്റെയും കൂടെ സന്തത സഹചാരിയായിരുന്നു. ഇവരുടെ 2 പേരുടെ അസിസ്റ്റൻറ്റുമായിരുന്നു. അപ്പോൾ ആൻ്റണി മൈക്കിളിനോട് പറഞ്ഞു, നമുക്ക് സ്ക്രിപ്റ്റ് എഴുതാനായിട്ടൊരു മുറി എടുക്കണം. അപ്പോൾ ആൻ്റണി മൈക്കിൾ പറഞ്ഞു, ഐശ്വര്യമുള്ള ഒരു സ്ഥലത്ത് വെച്ച് എഴുതി തുടങ്ങണം. ആദ്യമായിട്ട് ചെയ്യുന്ന സിനിമയില്ല, അതുകൊണ്ട് ഒരു ഐശ്വര്യമുള്ള സ്ഥലത്ത് വെച്ച് എഴുതി തുടങ്ങണം എന്ന് പറഞ്ഞപ്പോൾ സിദ്ദിഖ് ചോദിച്ചു, അങ്ങനെ ഐശ്വര്യമുള്ള ഒരു ലോഡ്ജ് എവിടെയുണ്ട് എന്ന് ചോദിച്ചു. അങ്ങനെ ഒരു സ്ഥലമുണ്ട്. സംഭവം ചീത്തപ്പേരൊക്കെ ആയിരിക്കും, പക്ഷേ അങ്ങനെയുള്ള സ്ഥലത്തിന് ഒരു ഐശ്വര്യമൊക്കെ ഉണ്ടാവും. ഇതാണ് ആൻ്റണി മൈക്കിൾ പറയുന്നത്. എവിടെയെന്ന് പറയുന്നില്ല. മനസ്സിലായില്ല എന്ന് സിദ്ദിഖ്. അതായത് നല്ല കുപ്രസിദ്ധിയുള്ള ചില ലോഡ്ജുകൾ കാണൂല എല്ലായിടത്തും. ഇപ്പോൾ തിരുവനന്തപുരത്തുണ്ട്, ഞാൻ പേരുകൾ പറയുന്നില്ല. ശരീരം പങ്കുവയ്ക്കുന്ന അല്ലെങ്കിൽ വ്യഭിചാരശാല പോലെ നടത്തുന്ന എത്രയോ ലോഡ്ജുകൾ തിരുവനന്തപുരത്ത് തന്നെ ഉണ്ട്. മെഡിക്കൽ കോളേജിനടുത്തും ഒക്കെ ഉണ്ട്, പലയിടത്തും. അതുപോലെ എറണാകുളത്തും ഉണ്ട്, എല്ലാ സ്ഥലത്തും, കേരളത്തിൽ എല്ലായിടത്തും കാണും. അതിനൊക്കെ നല്ല ഐശ്വര്യമായിരിക്കും,
ചെറിയ വാടക കൊടുത്താലും മതി. അങ്ങനെ ഒരു സ്ഥലം സംഘടിപ്പിക്കാം എന്നാണ് ആൻ്റണി മൈക്കിൾ പറഞ്ഞത്. മനസ്സില്ല മനസ്സോടെ സംവിധായകരാകാൻ പോകുന്ന ഇരട്ടകൾ സമ്മതം പറഞ്ഞു. കാരണം കാശിൽ കുറച്ചേ കയ്യിലുള്ളൂ, ചീത്തപ്പേര് കാര്യമാക്കണ്ട, കാരണം ഐശ്വര്യം വന്ന് കയറട്ടെ എന്നവർ വിചാരിച്ചു. ആൻ്റണി മൈക്കിൾ അത്തരത്തിൽ ഒരു സ്ഥലം തപ്പി കണ്ടെത്തി. പക്ഷേ ആ ലോഡ്ജിലേക്ക് കയറുന്നത് ഇത്തിരി കടുപ്പം പിടിച്ച പണിയാണ്. ആൻ്റണി ആദ്യം പോവും. വഴിയിൽ പരിചയക്കാരെങ്കിലും, സിദ്ദിഖിനെയോ ലാലിനെയോ ഒക്കെ അറിയാവുന്ന പരിചയക്കാരെങ്കിലും ഉണ്ടോ എന്ന് ആദ്യം നോക്കും. പടിക്കാരാണല്ലോ ഈ പെണ്ണുങ്ങളെയും കൊണ്ട് വരുന്ന പറ്റുപടിക്കാരുണ്ടാവുമല്ലോ, അവരിൽ അറിയാവുന്നവരാരെങ്കിലും ഉണ്ടോ എന്നൊക്കെ തപ്പും. ആൻ്റണിയുടെ പച്ച സിഗ്നൽ കിട്ടിയാൽ ഉടൻ തന്നെ ഇരുവർക്കും കൈ കാണിക്കും വരാൻ. ആദ്യം ലാൽ ഒരൊറ്റ ഓട്ടം വെച്ച് കൊടുക്കും. ഇത്രയും ഹൈറ്റും വലിയ കാലുമായിട്ട് ലാൽ ഓടി റൂമിനകത്തേക്ക് കയറും. അടുത്ത ഗ്യാപ്പിൽ ആൻ്റണി കൈ കാണിച്ചാൽ സിദ്ദിഖും ഓടിക്കയറും. അവിടെ ഇരുന്ന് ഐശ്വര്യമുള്ള ആദ്യ സീൻ എഴുതി. വായിച്ച് കേട്ടപ്പോൾ സംഗതി കൊള്ളാമെന്ന് തോന്നി. പക്ഷേ ഈ മുറിയിലേക്കുള്ള വരവ് സംഗതി അല്പം കുഴപ്പം പിടിച്ചതാണ് എന്ന് മൂവർക്കും തോന്നി. ഐശ്വര്യം തുടക്കം കുറിച്ചല്ലോ, ഐശ്വര്യമായിട്ട് തന്നെ നമ്മൾ തുടക്കം കുറിച്ചല്ലോ, ഇനി മറ്റൊരിടം നോക്കാം എന്നായി ആൻ്റണി. ഇനി വേറൊരിടം നോക്കാം ആൻ്റണി എന്ന് പറഞ്ഞപ്പോൾ സിദ്ദിഖ് ലാലിനും ആൻ്റണിക്കും ഒക്കെ സമ്മതം വേറെ നോക്കാം. സിദ്ദിഖിൻ്റെ ഒരു സ്നേഹിതൻ ഒരു ഹോട്ടലിൻ്റെ മാനേജരാണ്. ആ ഹോട്ടൽ മുതലാളി മറ്റൊരാൾക്ക് വിറ്റു. വാങ്ങിച്ചയാൾ ശരിക്കും ആ ഹോട്ടൽ ഏറ്റെടുത്തിട്ടില്ല. അതിനാൽ തന്നെ വിറ്റ മുതലാളിയുടെയും വാങ്ങിയ മുതലാളിയുടെയും മാനേജർമാർ ഒന്നിച്ച് ജോലി ചെയ്യുകയാണ് അവിടെ. പുതിയ മുതലാളിയുടെ മാനേജർ പീറ്റർ ആൻ്റണി മൈക്കിളിൻ്റെ സ്നേഹിതനാണ്. പീറ്ററെ കണ്ട് കാര്യം പറഞ്ഞു. അതിനെന്താ വന്നോളൂ എന്നായി പീറ്റർ. കച്ചേരിപ്പടിയിലെ മയൂര പാർക്ക്, എറണാകുളത്തുള്ളവർക്കൊക്കെ അറിയാമായിരിക്കും. അതിന് മുന്നിലൊരു വിശാലമായൊരു മരവും ഒക്കെ ആയിട്ട് ഞാൻ പലപ്പോഴും അതിൻ്റെ മുന്നിൽ പോയി നിന്ന് ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. സിദ്ദിഖ് ലാൽ ഇവിടെ ഇരുന്നാണ് സൂപ്പർ ഹിറ്റ് സിനിമകൾ എഴുതിയിട്ടുള്ളത്. അതിൻ്റെ മുന്നിലൊരു ലോട്ടറി കടയൊക്കെ ഉണ്ട്. നാളെ 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 ഭാഗ്യവാന്മാരെ നാളെ എന്നൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലോട്ടറി ബൂത്തൊക്കെ ഉള്ള മയൂര പാർക്ക്, അവിടുത്തെ 205 നമ്പർ റൂം ഇവർക്ക് വേണ്ടി എടുത്തു. അപ്പോൾ ന്യൂമറോളജി പ്രകാരമാണെങ്കിൽ 205-ലെ 2+5 = 7. 7 എന്ന് പറഞ്ഞാൽ ലക്കിയാണ്. അങ്ങനെ ഭാഗ്യമുള്ള മുറിയാണ് ഇവരെടുത്തത്. വർഷങ്ങളോളം 205 നമ്പർ മുറി സിദ്ദിഖ് ലാൽ ദ്വയത്തിൻ്റെ ഭാഗ്യമുള്ളതായി മാറി. കാരണം അവിടെ ഇരുന്നായിരുന്നു പിന്നെ അവരുടെ സ്ഥിരമായ എഴുത്ത്. പുതിയ ഹോട്ടൽ മുതലാളിയും പരിചയക്കാരനാണ്. വനിതാ ജുവലറിയും വനിതാ വിനീത തിയേറ്ററുകളുടെയും ഉടമസ്ഥനായ ഡേവിസ്. അതിനാൽ തന്നെ കാശ് തന്നില്ലല്ലോ, അഡ്വാൻസ് തന്നില്ലല്ലോ എന്നൊന്നും ചോദിച്ചില്ല. ആദ്യത്തെ 10 സീനുകൾ എഴുതിയത് ഫാസിലിനെ വായിച്ച് കേൾപ്പിക്കാനായി ലാലും സിദ്ദിഖും ആലപ്പുഴയ്ക്ക് വിട്ടു. ഫാസിലിൻ്റെ ഭാഗ്യമുറി എവിടെയെന്ന് ചോദിച്ചാൽ ബ്രദേഴ്സ് എന്ന് പറഞ്ഞ ഹോട്ടലാണ് ആലപ്പുഴയിലെ. ഞാൻ അവിടെ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട്. എറണാകുളത്തൊക്കെ പോവുകയാണെങ്കിൽ ബ്രദേഴ്സിൽ കയറി വടയും ചായയും, അല്ലെങ്കിൽ വൈകുന്നേരം ഇങ്ങോട്ട് വരികയാണെങ്കിൽ അപ്പം നല്ല അപ്പമൊക്കെ കിട്ടുന്ന ഹോട്ടലാണ്. അപ്പോൾ ആലപ്പുഴ ബ്രദേഴ്സിൽ ഇരുന്നാണ് സീൻ വായിച്ചത്. വേണമെങ്കിൽ ഇടയ്ക്ക് ഈ പടവുമായിട്ട് ബന്ധപ്പെടാത്ത ഒരു കാര്യം പറയാം. ഫാസിലിൻ്റെ സ്ക്രിപ്റ്റുകളുടെ വിജയം എന്ന് പറയുന്നത് എന്നോട് ആര് പറഞ്ഞു, എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളമന്ത്രി വീക്കെൻഡ് എഡിറ്റർ ഭാസുരേന്ദ്രൻ പറഞ്ഞാണെന്ന് തോന്നുന്നു. അദ്ദേഹം ഒരു സ്ക്രിപ്റ്റ് ബ്രദേഴ്സിലിരുന്ന് പൂർത്തിയാക്കിയാൽ അദ്ദേഹത്തിൻ്റെ സൗഹൃദ വലയത്തിലുള്ള പല തട്ടിലുള്ള, അതിൽ ചിലപ്പോൾ ഓട്ടോറിക്ഷ ഓടിക്കുന്നവനുണ്ടാവാം, ഡോക്ടർ ഉണ്ടാവാം, എഞ്ചിനീയർ ഉണ്ടാവാം, സിനിമാക്കാരനുണ്ടാവാം, ഇവരെല്ലാവരും വിളിച്ചിരുത്തിയിട്ട് പാച്ചിക്ക സ്ക്രിപ്റ്റ് വായിക്കും. ഈ സ്ക്രിപ്റ്റ് വായന നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു സീനെത്തുമ്പോൾ ഒരു പർട്ടിക്കുലർ സീനിൽ അവിടെ ഒരു പ്രശ്നമില്ലേ എന്നൊരാൾ ചോദിച്ചാൽ ആ സീനെടുത്ത് മാറ്റി വയ്ക്കും. അങ്ങനെ വായിച്ച് പൂർത്തിയാക്കി കഴിഞ്ഞാൽ അപ്രശ്നമായ സീനുകളെക്കുറിച്ച് ചർച്ച ചെയ്യും അവരുമായിട്ട്. എന്താണ് നിങ്ങളങ്ങനെ പറയാൻ കാരണം? അവർ പറയുന്നതെല്ലാം പാച്ചിക്കയ്ക്ക് നല്ല സശ്രദ്ധം കേൾക്കും, എന്നിട്ട് അത് തിരുത്തും. അങ്ങനെ ഉണ്ടാക്കുന്നതാണ് പാച്ചിക്കയുടെ ബ്യൂട്ടിഫുള്ളായ സിനിമകളെന്ന് പറയുന്നു. എന്തായാലും ബ്രദേഴ്സിൽ ചെന്ന് പാച്ചിക്ക കാത്തിരുന്നു. പാച്ചിക്ക വന്നു. ഫാസിലിൻ്റെ ഒരു സ്വഭാവം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ചിരി വന്നാലും സങ്കടം വന്നാലും സന്തോഷം വന്നാലും അമിതമായി പ്രകടിപ്പിക്കില്ല. കണ്ണൽപ്പം പ്രൊജക്റ്റ് ചെയ്ത് കേട്ടിരിക്കും. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രകൃതം. വായന കഴിഞ്ഞു, ഉച്ചസമയം ആവുകയാണ്. ബ്രദേഴ്സിൽ നിന്നും ഊണ് കഴിക്കാൻ ഏൽപ്പിച്ചിട്ട് ഫാസിൽ ഉണ്ണാനായി വീട്ടിലേക്ക് പോയി. 10 സീൻ വായിച്ച് കേട്ടിട്ട് ഗുരുനാഥനായ പാച്ചിക്ക ഒന്നും പറയാതെ സ്ഥലം വിട്ടപ്പോൾ ഇരുവർക്കും ടെൻഷനായി. എന്തെങ്കിലും പ്രശ്നമുണ്ടോ നമ്മുടെ സ്ക്രിപ്റ്റിന് എന്നൊരു സംശയം. കാരണം ഒന്നും പറഞ്ഞില്ല അദ്ദേഹം. കുറച്ച് കഴിഞ്ഞപ്പോൾ റിസപ്ഷനിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്കൊരു ഫോണുണ്ടെന്ന്. ഫോൺ എടുക്കുമ്പോൾ മറുവശത്ത് ഫാസിലാണ്. കഴിച്ചോ? ഇല്ല പാച്ചിക്ക,
കഴിക്കാൻ പോവുകയാണ്, എന്നാൽ ഇങ്ങി വാ, ഊണിവിടെ കഴിക്കാം. വരുമ്പോഴേ ആ സ്ക്രിപ്റ്റും കൂടെ എടുത്തോ. വായിച്ച് കേട്ട സ്ക്രിപ്റ്റും എടുത്ത് വീട്ടിലേക്ക് വിളിക്കുകയാണ്. എന്തിനാണ് എന്ന് ഇവർക്ക് ടെൻഷനായി. ഇതെന്തോടെ എഴുതി വെച്ചിരിക്കുന്ന ചവറ് എന്ന് പറയാനാണോ, മനോഹരമായി നിങ്ങൾ എഴുതി കേട്ടോ എന്ന് പറയാനാണോ, അല്ലെങ്കിൽ ആ ക്യാരക്ടർ ഇങ്ങനെ ആക്കണം എന്ന് പറയാനാണോ, അല്ലെങ്കിൽ ഈ ക്യാരക്ടർ ഇതിൽ വേണ്ട എന്ന് പറയാനാണോ? ആകെ ടെൻഷനായിട്ട് രണ്ടുപേരും ഫാസിലിൻ്റെ വീട്ടിലെത്തി. ആഹാരം വിളമ്പുന്നതിനിടയിൽ ഫാസിലിൻ്റെ ഭാര്യ റൊസീന ഇരുവരെയും നോക്കി പറഞ്ഞു, നല്ല രസമുണ്ടല്ലോ നിങ്ങളുടെ തിരക്കഥ. അപ്പോൾ ഫാച്ചിക്ക പറഞ്ഞു, ഞാൻ പറഞ്ഞ പോലെ അല്ല ഇവർ എഴുതി വെച്ചിരിക്കുന്നത്, അതിൽ രസമായിട്ടാണ്, വേണമെങ്കിൽ കേൾക്കാം എന്നായി ഫാസിൽ. അത് കേട്ടപ്പോൾ സമാധാനമായി. പാച്ചിക്കയ്ക്ക് കഥ ഇഷ്ടമായി എന്ന് ഇരുവർക്കും, സിദ്ദിഖിനും ലാലിനും തോന്നി. ഊണ് കഴിഞ്ഞ് എഴുതിയ സീനുകൾ വായിച്ചു കൊടുത്തു. അവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, പാച്ചിക്ക ചിരിക്കാനൊക്കെ പിശുക്ക് കാണിക്കുന്ന ആളാണെങ്കിലും ചിരി വന്നാൽ അടക്കാനാകാത്ത പ്രകൃതക്കാരിയാണ് റൊസീന എന്ന സിദ്ദിഖും ലാലും ബഹുമാനപൂർവ്വം വിളിക്കുന്ന റോസിത്ത. അവർ ചിരിയോട് ചിരിയായിരുന്നു ഈ സ്ക്രിപ്റ്റ് വായന കേട്ടിട്ട്. വായിച്ച് തീർന്നപ്പോൾ അവർ പറഞ്ഞു, ഇതിങ്ങനെ തന്നെ പോയാൽ നല്ല രസമുണ്ടാവും, നല്ല തമാശയുണ്ട്, നല്ല ഫ്രഷാണ്, പടം ഉറപ്പായെന്ന് ഇരുവർക്കും തോന്നുക സ്വാഭാവികം. ഇറങ്ങാൻ നേരം പാച്ചിക്ക തിരക്കി, ലോഡ്ജിൻ്റെ വാടക കൊടുക്കാനുള്ള കാശൊക്കെ ഉണ്ടോ? ഇല്ല, അത് ഞങ്ങൾ കടം പറഞ്ഞിരിക്കുകയാണ്. അതിനാ കടം പറഞ്ഞത്? നേരത്തെ കാര്യം പറഞ്ഞ് പൈസ വാങ്ങിച്ചൂടായിരുന്നോ? അല്ല, റെഡി ആവുകയാണെങ്കിൽ വാങ്ങിച്ചാൽ മതി എന്ന് കരുതി. കാരണം ഇത് നടക്കില്ല, പിന്നെ വാങ്ങിക്കുന്നത് ശരിയല്ലല്ലോ. എന്നാൽ എത്രയാണെന്ന് വെച്ചാൽ ക്യാഷറോട് വാങ്ങിച്ചോ. മയൂര പാർക്കിലെ 205 നമ്പർ റൂമിലിരുന്ന് വീണ്ടും കഥയെഴുത്ത് തുടർന്നു. ഇനിയാണ് പ്രധാന കടമ്പ. ആരെയൊക്കെ അഭിനയിപ്പിക്കും? മുകേഷിനോട് നേരത്തെ തന്നെ കഥ പറഞ്ഞിട്ടുണ്ട്. ഗോപാലകൃഷ്ണൻ മുകേഷ് തന്നെ എന്നവർ ഉറപ്പിച്ചിരുന്നു. മാന്നാർ മത്തായി ഇന്നസെൻറ്റിനെ മനസ്സിൽ കണ്ടാണ് അവരെഴുതിയത്. ഒരു ഒന്നൊന്നര പ്രകടനമായിരുന്നു മാന്നാർ മത്തായിയുടെ. മുണ്ടഴിഞ്ഞു പോയെടുത്ത് മുണ്ട് മുണ്ട് എന്ന് പറഞ്ഞു, നീ മുണ്ട് എന്ന്. എത്ര സീനുകളിലാണ് ഇന്നസെൻ്റ് ആ കഥാപാത്രത്തെ കൊണ്ടുപോയത്. അദ്ദേഹത്തെ കിട്ടാൻ പ്രയാസമില്ല എന്നവർ ഉറപ്പിച്ചു. കഥ കേട്ട് ഇഷ്ടപ്പെട്ട മുകേഷ് ഇടയ്ക്കിടെ മുറിയിൽ വരും. ചിലപ്പോൾ സൈനുദ്ദീൻ വരും, എൻ എം വർഗീസ് വരും, ഹർഷി അശോകനും ഒക്കെ റൂമിൽ വരാറുണ്ട്. കാരണം ഇവരെല്ലാം മിമിക്രിയിൽ ഒന്നിച്ചുണ്ടായിരുന്നതാണല്ലോ. തിരക്കഥ പൂർത്തിയാക്കി കാര്യം എല്ലാം ഓക്കെ ആകുമ്പോൾ അറിയുന്ന ഒരു ഞെട്ടിക്കുന്ന വാർത്ത, ഇന്നസെൻറ്റിനെ കിട്ടില്ല. കാരണം അദ്ദേഹത്തിന് ഡേറ്റില്ല. വിവരം ഫാസിലിനെ വിളിച്ചറിയിച്ചു. ഫാസിൽ ഇന്നസെൻറ്റിനെ വിളിച്ചു, അതേ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല, എൻ്റെ അയൽവാസിയാണ് AKP മെറ്റൽസ് നടത്തുന്ന ആൻ്റണി ചേട്ടൻ. AKPയും സാഗ അപ്പച്ചനും നമ്മുടെ ഷേണായിസ് തിയേറ്ററിൻ്റെ ഉടമസ്ഥനും ചേർന്ന്, ഷേണായും ചേർന്ന് ഒരു സിനിമ ചെയ്യുന്നു. മഹർഷി മാത്യൂസ് എന്നാണ് പടത്തിൻ്റെ പേര്. സംവിധാനം ചെയ്യുന്നത് ജോഷിയാണ്, നായകനാവുന്നത് മോഹൻലാലാണ്. അതിലേക്ക് വേണ്ടി എന്നെ ബുക്ക് ചെയ്തിട്ടുണ്ട്. AKP പറയുന്നത് പടം ഞാൻ പിടിക്കണമെങ്കിൽ അതിൽ ഇന്നസെൻ്റ് ഉണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ അഡ്വാൻസൊക്കെ നേരത്തെ തന്നെ ഇന്നസെൻ്റ് കൊടുത്തു. അതുകൊണ്ട് എനിക്ക് മാറാനാവില്ല, നിങ്ങൾ പറയുന്ന ആ ഡേറ്റിൽ എനിക്ക് വരാൻ കഴിയില്ല. എന്ത് ചെയ്യാനാവും? മാന്നാർ മത്തായിയായിട്ട് മാളയാകട്ടെ എന്ന് മാറ്റി ചിന്തിച്ചു. മാളയെ കൊണ്ട് ചെയ്യിക്കാം. മാള ചെയ്താലും മനോഹരമാവും, പക്ഷേ നമ്മളിപ്പോൾ കണ്ടതുപോലെ ആകില്ല എന്ന് മാത്രം. മാറ്റി എഴുത്ത് തുടങ്ങി. മാളയ്ക്ക് വേണ്ടി, ഇന്നസെൻറ്റിന് വേണ്ടി തയ്യാറാക്കി വെച്ച ഡയലോഗെല്ലാം മാറ്റി മാളയ്ക്ക് വേണ്ടിയാക്കി. ഈ വിവരം മുകേഷ് അറിഞ്ഞു. മുകേഷ് ഇന്നസെൻറ്റിനെ പോയി കണ്ടു. നിങ്ങൾ ആ കഥയൊന്ന് കേൾക്ക്. ഈ സിനിമയിൽ നിങ്ങൾ അഭിനയിച്ചില്ലെങ്കിൽ അവർക്കൊരു നഷ്ടവും വരാനില്ല. നഷ്ടം മുഴുവൻ നിങ്ങൾക്കാണ്. നിങ്ങളുടെ സിനിമാ ജീവിതത്തിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും നല്ല കഥാപാത്രത്തെയാണ് നിങ്ങൾ കളയുന്നത്. ഞാനാണ് ഉറപ്പ് പറയുന്നത്, കാരണം ഞാൻ കഥ മുഴുവൻ ത്രൂ ഔട്ട് കേട്ടതുകൊണ്ട് പറയുകയാണ്. ഇന്നസെൻ്റ് വന്ന് കഥ കേട്ടു. റാംജി റാവുൽ സായികുമാർ ഉറുമീസിൻ്റെ ഫോൺ എടുത്ത് കൊടുക്കുന്നത് പോലെ മുകേഷ് ഫോണെടുത്ത് ഇന്നസെൻ്റ് കൊടുത്തു. വിളിക്ക് പാച്ചിക്കയെ വിളിക്ക്. പാച്ചിക്കയെ വിളിച്ചു. എടാ എനിക്കങ്ങനെ വിളിക്കാൻ പറ്റില്ലടാ, ആന്റണി ചേട്ടൻ്റെ സിനിമയാണ് ഈ മഹർഷി മാത്യൂസ്. അതിപ്പോൾ വേറെ ഏതെങ്കിലും രീതിയിൽ നമുക്ക് മാനേജ് ചെയ്യാം. ഇന്നസെൻ്റ് പാച്ചിക്കയെ വിളിക്കാൻ കൊടുത്ത ഫോണിനെ നേരെ ജോഷിയെ വിളിച്ചു. ജോഷി സാർ ഫോൺ എടുത്തു. ജോഷി സാർ പറഞ്ഞത്, ഈ മഹർഷി മാത്യൂസ് എന്ന് പറഞ്ഞ സ്ക്രിപ്റ്റ് ഞാൻ വായിച്ചു, ഇതിനകത്ത് കാര്യമായൊന്നും ഇന്നസെൻ്റ് ചെയ്യാനില്ല. ഇന്നസെൻ്റ് ഒരു കാര്യം ചെയ്യും, ആ പിള്ളേരുടെ പടം
നല്ല വേഷമാണെങ്കിൽ അത് ചെയ്തോ. അതൊക്കെയാണ് ഒരു വലിയ സംവിധായകന് മാത്രമേ അങ്ങനെയൊക്കെ പറയാൻ കഴിയുള്ളൂ. ഞാൻ ചെയ്യാൻ പോണ പടത്തിൽ ഇന്നസെൻ്റ് നിങ്ങൾക്ക് പ്രധാനപ്പെട്ട റോളൊന്നുമല്ല, ഒരു ചെറിയ വേഷം. നിങ്ങൾ ചെയ്തില്ല എന്നൊന്നും നഷ്ടമൊന്നുമില്ല. പക്ഷേ ആ പിള്ളേരുടെ പടത്തിൽ ഒരു കാര്യമാത്ര പ്രസക്തമായ ഒരു വലിയ വേഷമാണെങ്കിൽ നിങ്ങൾ അത് ചെയ്യും. AKPയുടെ അടുത്ത് ഞാൻ പറഞ്ഞോളാം എന്നായി ജോഷി സാർ. ആര് പറഞ്ഞിട്ടും AKP അമ്പിനും വില്ലിനും അടുക്കുന്നില്ല. ഇന്നസെൻ്റ് അന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ നേതാവായ സിയാദ് കോക്കറെ വിളിച്ചു. അപ്പോൾ കോക്കറും AKP ആയിട്ടൊക്കെ നല്ല ബന്ധമാണ്. കോക്കറും സാഗ അപ്പച്ചനുമായിട്ടും നല്ല ബന്ധമാണ്. ഈ കഥയിൽ ഞാൻ അഭിനയിച്ചില്ലെങ്കിൽ എൻ്റെ കരിയറിൽ വലിയൊരു നഷ്ടമായിരിക്കും കോക്കറെ. ഞാൻ AKPയോടും സാഗ അപ്പച്ചനോടും സംസാരിച്ചിട്ട് അവർ സമ്മതിക്കുന്നില്ല. അപ്പോൾ സിയാദ് കോക്കർ പറഞ്ഞു, ഞാൻ അവരെ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം, നല്ല റോളാണെങ്കിൽ അത് കളയണ്ട. ഇങ്ങനെയാണ് കോക്കറുടെ മറുപടി. കോക്കർ വിളിച്ചിട്ടും AKP ആന്റണി ചേട്ടൻ വഴങ്ങിയില്ല. ഗതികെട്ട് ഇന്നസെൻ്റ് തന്നെ AKP വിളിച്ചു. ആന്റണി ചേട്ടാ, നിങ്ങളുടെ ഈ സിനിമയിൽ ഞാനുണ്ടോ ഇല്ലയോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ ആ പിള്ളേരുടെ പടത്തിൽ ഞാൻ അഭിനയിച്ചിരിക്കും. അതെൻ്റെ കരിയറിലെ ഏറ്റവും മികച്ച റോളാണ് എന്ന് ഒരു ഇതുമില്ലാതെ പച്ചക്കങ്ങ് പറഞ്ഞു. മഹർഷി മാത്യൂസ് എന്തോ കാരണത്താൽ മുടങ്ങിപ്പോവുകയും ചെയ്തു. ആലോചിച്ച് നോക്കിയേ, ആ പടത്തിന് ഇന്നസെൻ്റ് ഏട്ടാ അതിന് തന്നെ പോകണമെന്ന് വാശി പിടിച്ച് മാന്നാർമത്തായിയെ കൈയൊഴിഞ്ഞ് അത് മാള ചെയ്തിരുന്നെങ്കിൽ ഇന്നസെൻ്റിൻ്റെ ലൈഫിൽ ആലോചിക്കുക എന്തൊരു നഷ്ടമായിപ്പോയനെ. അന്ന് ഈ പടത്തിന് ശേഷം പലപ്പോഴും ഇന്നച്ചൻ പറയുന്നത്, അന്ന് ആ മുകേഷ് ചെറുക്കം വന്ന് സമ്മതിപ്പിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ ഈ പടം മിസ്സാക്കിയേനെ എന്നാണ് ഇന്നസെൻ്റ് ഏട്ടൻ പറയാറ്. 1989 മെയ് മാസത്തിൽ റാംജി റാവുവിൻ്റെ ചിത്രീകരണം ഉദയ സ്റ്റുഡിയോയിൽ ആരംഭിച്ചു. ദൈവമാതാവിൻ്റെ രൂപത്തിൻ്റെ മുന്നിൽ സായി കുമാറിൻ്റെ ബാലകൃഷ്ണൻ മെഴുകുതിരി കൊളുത്തുന്നിടത്ത് നിന്നാണ് സിനിമയുടെ ചിത്രീകരണം തുടങ്ങിയത്. ഫാസിലിൻ്റെ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ പോലെ തൻ്റെ ശിഷ്യന്മാരെ കൊണ്ട് ചെയ്യുന്ന സിനിമയും പുതിയ മുഖങ്ങൾ തന്നെ പ്രാധാന്യത്തിൽ വരട്ടെ എന്ന് ഫാസിൽ നിശ്ചയിച്ചിരുന്നു. ശരിക്കും ഫാസിൽ ശിഷ്യന്മാരുടെ മനസ്സിൽ കണ്ടത്, സിദ്ദിഖ് ലാലും മനസ്സിൽ കണ്ടത് മുകേഷും ഈ സായിയൊന്നുമല്ല. അവർ രണ്ടുപേരും മനസ്സിൽ കണ്ടത് മോഹൻലാലിനെയും ശ്രീനിവാസിനെയുമായിരുന്നു, പിന്നെ ഇന്നസെൻ്റ്. അങ്ങനെയാണ് അവർ പ്ലാൻ ചെയ്തത്. ഇതറിഞ്ഞ ഫാസിൽ പറഞ്ഞത്, മോഹൻലാലും ശ്രീനിവാസനും വന്നാൽ പടം സൂപ്പർ ഹിറ്റാവും. എനിക്ക് കാശ് മുടക്കുന്ന എനിക്ക് നല്ല മുടക്കുമുതലും ലാഭവും ഒക്കെ ആയിട്ട് തിരിച്ചു കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് എനിക്ക് ടെൻഷനും വേണ്ട. പക്ഷേ നിങ്ങൾക്ക് പേര് കിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾ പുതിയവരെ നോക്ക് എന്നാണ് അദ്ദേഹം ഉപദേശിച്ചത്. ഏത് ഗുരുനാഥൻ ഉപദേശിക്കും? നിങ്ങൾ ആലോചിച്ചു. ഞാൻ ലക്ഷങ്ങൾ മുടക്കുകയാണെങ്കിൽ മോഹൻലാലും ശ്രീനിവാസനാണെങ്കിൽ എനിക്ക് ടെൻഷനില്ല. പക്ഷേ നിങ്ങൾ സംവിധായകർ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് പേരുണ്ടാവില്ല, നിങ്ങളതുകൊണ്ട് മാറ്റി പിടിക്കുക എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പുതിയവരെ നോക്കാൻ പറയുന്നത്. ഞാൻ അങ്ങനെയല്ലേ വന്നത്. എനിക്ക് നവോദയയുടെ ഫുൾ സപ്പോർട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് എൻ്റെ ഫുൾ സപ്പോർട്ടുണ്ട്. നിങ്ങൾ ടെൻഷൻ ആകണ്ട. പുതിയ ആളത്തപ്പ് നവാഗതനായ ഫാസിൽ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ ചെയ്യുമ്പോൾ നിർമ്മാതാവായ നവോദയ അപ്പച്ചൻ വിചാരിച്ചാൽ നായകനായിട്ട് പ്രേം നസീറിനെയും മോഹൻലാൽ ചെയ്ത വില്ലനായിട്ട് ജയനെയും നായികയായിട്ട് ജയഭാരതിയോ ഉണ്ണിമേരിയോ ആരെ വേണമെങ്കിലും കിട്ടും. പക്ഷേ അങ്ങനെ പുഷ്പം പോലെ കിട്ടുന്ന അവരെ ആരെയും വേണ്ട, പുതിയ ആളുകളെ വെച്ച് ചെയ്യാൻ അപ്പച്ചനാണ് ഫാസിലിനെ ഉപദേശിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. എന്നാൽ ശങ്കറും മോഹൻലാലും പൂർണിമയും നായകനും വില്ലനും നായികയുമായി. ജെറി അമൽദേവ് എന്ന നവാഗതൻ പാട്ടുകൾ കമ്പോസ് ചെയ്തു. പടം പണം വാരി പടമായി. ഫാസിൽ ശ്രദ്ധേയനായ സംവിധായകനായി. 1980 മികച്ച സംഗീത സംവിധായകൻ, പശ്ചാത്തല സംഗീതം, ഗായകൻ, ഗായിക, ജനപ്രതിയും കലാമേന്മയ്ക്കുമുള്ള സംസ്ഥാന അവാർഡടക്കം മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ നേടുകയും ചെയ്തു. പറയാൻ വന്നത് മറ്റൊരു കാര്യമാണ്. ഈ സിനിമ നല്ലൊരു വിതരണക്കാരനെ കൊണ്ട് തിയേറ്ററിൽ എത്തിക്കണമെന്ന് അക്കാലത്ത് നല്ല സിനിമകൾ മാത്രം നിർമ്മിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യുന്ന പ്രശസ്ത നിർമ്മാതാവിനെയാണ് ഫാസിൽ ആദ്യമായി കാണുന്നത്. നമ്മൾ ചെയ്യുന്ന ഈ ഇരട്ടകൾ ചെയ്യുന്ന സിനിമ ഒരു നല്ല വിതരണക്കാരൻ തിയേറ്ററിലെത്തിക്കണം. അതിനുള്ള ആളെ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. ഗാന്ധിമതി ബാലൻ നല്ല സിനിമകളുടെ വക്താവാണല്ലോ. നല്ല സിനിമകൾ നിർമ്മിക്കുക, നല്ല സിനിമകൾ വിതരണം ചെയ്യുന്ന ആളായിരുന്നല്ലോ. തൻ്റെ ശിഷ്യന്മാർ ചെയ്യുന്ന ആദ്യ സിനിമ ഗാന്ധിമതി റിലീസ് ചെയ്താൽ നന്നാവുമെന്ന് ഫാസിലിനും സഹനിർമ്മാതാക്കളായ ഔസേപ്പച്ചനും അപ്പച്ചനും ഒക്കെ തോന്നി. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകാം.
അല്ല പോയാലേ അതിൻ്റെ രസം മനസ്സിലാവും. ഫാസിലും ഔസേപ്പച്ചനും കൂടി നിർമ്മിച്ച നോക്കത്താ ദൂരത്ത് കണ്ണ് നട്ട് വിതരണം ചെയ്യാനായി അവരാദ്യം സമീപിച്ചത് സെൻട്രൽ പിക്ചേഴ്സിനെയായിരുന്നു. അവർ ആ സമയം മറ്റൊരു ചിത്രം കമ്മിറ്റ് ചെയ്തു പോയി. അങ്ങനെ അവർ ഗാന്ധിമതിയെ കണ്ടു. ഞാൻ വിതരണം ഏറ്റെന്ന് ബാലൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം KG ജോർജിനെ വെച്ച് പഞ്ചോടിപ്പാലം എന്ന് പറഞ്ഞ സിനിമ ചെയ്യുന്ന സമയമായിരുന്നു കോട്ടയത്ത്. അപ്പോൾ നമുക്ക് സംസാരിക്കാം, ഞാൻ കോട്ടയം ഐഡ ഹോട്ടലിലുണ്ട്, നിങ്ങൾ വരൂ നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും, കഥ പറയാനും വിതരണത്തിന് കൊടുക്കാനും എന്നുള്ള കാര്യങ്ങൾക്കൊന്നും പോകുന്ന ആളല്ല ഫാസിൽ. പക്ഷേ ഔസേപ്പച്ചൻ നിർബന്ധിച്ചപ്പോൾ ഫാസിൽ കൂടെ പോയി. അവിടെ ചെന്നു. ഔസേപ്പച്ചന് ഗാന്ധിമതി ബാലൻ്റെ മുൻപ് പരിചയമുണ്ട്, ഫാസിലിനും പരിചയമുണ്ട്. ചെന്നപ്പോൾ അന്നത്തെ ദിവസത്തെ ഷൂട്ടിംഗ്, പഞ്ചവടി പാലത്തിൻ്റെ ഷൂട്ടിംഗ് നേരത്തെ കഴിഞ്ഞതുകൊണ്ട് ഗാന്ധിമതി ബാലൻ റൂമിൽ വന്ന് കുളിച്ച് ഫ്രഷായി നല്ല ഡ്രസ്സൊക്കെ ഇട്ട് കഥ കേൾക്കാനായി ആവേശത്തിലിരുന്നു. പഞ്ചവടി പാലത്തിന് പിന്നാലെ ഗാന്ധിമതി റിലീസ് ചെയ്യുന്ന പടം ഹരിഹരൻ സംവിധാനം ചെയ്യുന്ന പൂമ്പടത്ത പെണ്ണ് എന്ന് പറഞ്ഞ സിനിമയായിരുന്നു, അസീസ് സാറൊക്കെ അഭിനയിച്ച്. അതിൻ്റെ പോസ്റ്റർ ഡിസൈനുകളുമായി ഡിസൈനർ വന്നിട്ടുണ്ട്. ഗാന്ധിമതി ബാലൻ ഡിസൈനുകൾ കട്ടിലിൽ നിരത്തിയിട്ട് നോക്കുകയാണ്. ആ തല ഇങ്ങോട്ട് മാറ്റി, ഈ തല അങ്ങോട്ട് വയ്ക്ക്, ഈ നടൻ ഇവിടെ വേണ്ട, മറ്റേ നടനെ എടുത്ത് ഇവിടെ വൈ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം എന്തൊക്കെയോ നിബന്ധനകൾ ഡിസൈനർക്ക് കൊടുക്കുന്നു. ഇതിനിടയിൽ ചായയും സ്നാക്സും ഒക്കെ ഓർഡർ ചെയ്യുന്നു. രാത്രി ഭക്ഷണം ഈ കഥ പറയാൻ വന്നിരിക്കുന്ന ഫാസിലിനും ഔസേപ്പച്ചനും ഗാന്ധിമതി ബാലനും ഒക്കെ ഉള്ള ഭക്ഷണമൊക്കെ ഓർഡർ ചെയ്യുന്നു. മൊത്തത്തിൽ പുള്ളി തിരക്കിലാണ്. ഇതിനിടയിൽ ഫാസിൽ ഗേളിയുടെ ദുരന്ത കഥ പറഞ്ഞു. അപ്പോൾ ചോദിച്ചു, ആരാണ് ഗേളിയാവുന്നത് എന്ന് ചോദിച്ചു. ഒരു പുതിയ ആൾ. നന്നായി വെരി ഗുഡ് എന്ന് ഗാന്ധിമതി ബാലൻ. മോഹൻലാലാണ് നായകൻ. ഓക്കെ, നന്നായി. ഫാസിൽ കഥ പറഞ്ഞു തുടങ്ങി. ഗാന്ധിമതി ബാലൻ മൂളി കേട്ടുകൊണ്ടിരുന്നു. ബാലന് കഥ ഇഷ്ടമാകുന്നുണ്ടോ എന്ന് ഔസേപ്പച്ചൻ, ഇഷ്ടമാകണേ എന്ന് ഔസേപ്പച്ചൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. കഥ ബാലന് ഇഷ്ടമാകുന്നുണ്ടോ, കേൾക്കുന്ന ബാലൻ്റെ മുഖത്ത് ആ എക്സ്പ്രഷൻ ഉണ്ടോ എന്ന് നോക്കാനായിട്ട് ഔസേപ്പച്ചൻ അറിയാതെ ഗാന്ധിമതി ബാലൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ കണ്ട കാഴ്ച ഔസേപ്പച്ചനെ ഞെട്ടിച്ചു. കാരണം ഗാന്ധിമതി ബാലനിരുന്ന് ഉറങ്ങുകയാണ്, അല്ലെങ്കിൽ ഉറക്കം തൂങ്ങുകയാണ്. ഫാസിൽ ഇതൊന്നും അറിയാതെ കഥ പറയുകയാണ്. അങ്ങനെ നിർമ്മാതാവ് അല്ലെങ്കിൽ ഈ പടം വിതരണം എടുക്കേണ്ട ആൾ ഉറക്കം തൂങ്ങുകയാണെന്നറിയാതെ സംവിധായകൻ ഫാസിൽ കഥ പറയുകയാണ് എന്ന് ഔസേപ്പച്ചൻ വിചാരിച്ചതാണ്. ഔസേപ്പച്ചൻ പതുക്കെ ഫാസിലിനെ നോക്കിയപ്പോൾ ഫാസിൽ ഔസേപ്പച്ചനെ ഒന്ന് ഷാർപ്പായിട്ട് നോക്കിയിട്ട് നമുക്ക് പോകാം എന്ന രീതിയിൽ ആക്ഷൻ കാണിച്ചു. പോകരുത്, അമൈതി എന്ന് പറയും പോലെ ഔസേപ്പച്ചൻ ആംഗ്യം കാണിച്ചു. അയാൾ ഉറങ്ങുന്നതായിരിക്കില്ല, പറയും കഥ പറയുന്നു. പെട്ടെന്ന് ബാലൻ ഉണർന്നു. ഞാൻ ഉറങ്ങിയതല്ല എന്ന് ബാലൻ അഭിനയിച്ചു. കഥ പറച്ചിൽ തുടർന്നു. കഥ തീർന്നു. ബാലൻ കൈനീട്ടി ഷേക്ക് ഹാൻഡ് കൊടുത്തു. ഉഗ്രം കഥ, ഞാൻ വിതരണത്തിനെടുത്തിരിക്കുന്നു എന്നായി ബാലൻ. നാളെ രാവിലെ 10 മണിക്ക് ഞാൻ ഫാസിലിനെ വിളിക്കാം. സന്തോഷത്തോടെ കോട്ടയം ഐഡ ഹോട്ടലിൽ നിന്ന് ഔസേപ്പച്ചനും ഫാസിലും ആലപ്പുഴയ്ക്ക് പോയി. പക്ഷേ വിളി വന്നില്ല. പടം ഡെന്നി ഫിലിംസ് വിതരണം ചെയ്തു. നോക്കത്താ ദൂരത്ത് കണ്ണു നട്ട് എന്തായെന്ന് ഞാൻ പറഞ്ഞല്ലോ, മെഗാ ഹിറ്റായി മാറി. പഞ്ചവടിപ്പാലവും പൂമ്പടത്ത പെണ്ണും പ്രദർശന രംഗത്ത് പൊട്ടിപ്പോവുകയും ചെയ്തു. ഗാന്ധിമതിയുടെ ഈ 2 പടവും വിജയിച്ചില്ലല്ലോ. തൻ്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയിൽ ബാലന് സങ്കടം. പടം ലക്ഷങ്ങൾ നേടുന്നതും കൂടെ അറിഞ്ഞപ്പോൾ, ഞാൻ കൈവിട്ട പടം ലക്ഷങ്ങൾ നേടുന്നു, ഞാൻ എടുത്ത പടങ്ങൾ പൊളിയുന്നു. കാലങ്ങൾ പിന്നെയും കഴിയുന്നു. റാംജി റാവു തുടങ്ങുകയാണ്. ഇത്തവണ വിതരണം ഗാന്ധിമതി എന്ന് തന്നെ ഫാസിലടക്കമുള്ളവർ ഉറപ്പിച്ചു. ഔസേപ്പച്ചൻ്റെ വിവാഹ മനസ്സമ്മത കാലത്താണ് ഈ സിനിമയുടെ റാംജി റാവു സ്പീക്കിങ്ങിൻ്റെ ചിത്രീകരണം. വിവാഹ സമയത്താണ് ഷൂട്ടിങ്. അപ്പോൾ ഈ പറഞ്ഞ ചിത്രീകരണമല്ല ഞാൻ പറഞ്ഞത്, വിവാഹത്തിൻ്റെ മനസ്സമ്മതം നടക്കുമ്പോഴാണ് ആ സിനിമയെക്കുറിച്ചുള്ള ഫൈനൽ ഡിസ്കഷൻ. വിവാഹ സമയത്താണ് ഷൂട്ടിങ്. മനസ്സമ്മതത്തിന് സിനിമാ രംഗത്ത് നിന്ന് ഗാന്ധിമതി ബാലനെ മാത്രമേ ഔസേപ്പച്ചൻ വിളിച്ചുള്ളൂ. അവിടെ വെച്ച് ബാലനോട് റാംജി റാവുവിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചൊരു ധാരണയിലെത്താമെന്നാണ് ഔസേപ്പച്ചൻ ഈ വിളിച്ചതിൻ്റെ കാരണം. നോക്കത്താ ദൂരത്തിൻ്റെ വിതരണം കൈവിട്ടുപോയ പരാതിയും അതോടെ തീർക്കാമല്ലോ. മനസ്സമ്മതത്തിനായി ഗാന്ധിമതി ബാലൻ ഉറപ്പായും ചങ്ങനാശ്ശേരിയിൽ എത്തുമെന്ന് ഉറപ്പ് കൊടുത്തു. മനസ്സമ്മതത്തിൻ്റെ തലേന്ന് സെഞ്ചുറിയുടെ രാജു മാത്യു ഔസേപ്പച്ചനെ വിളിച്ചു. കാക്കോത്തിക്കാവിലെ അപ്പൂപ്പന്താടികൾ എന്ന് പറഞ്ഞ് ഫാസിൽ സംവിധാനം ചെയ്ത ഔസേപ്പച്ചനൊക്കെ കൂടി പ്രൊഡ്യൂസ് ചെയ്ത പടത്തിൻ്റെ വിതരണം സെഞ്ചുറി ആയിരുന്നു. അപ്പോൾ രാജു മാത്യു വിളിച്ചിട്ട് ചോദിച്ചു, എന്തോടെ വിശേഷം എന്ന് ചോദിച്ചു.
ഒളിച്ചു വയ്ക്കാൻ പോയില്ല, കള്ളം പറയാൻ പോയില്ല. അദ്ദേഹം പറഞ്ഞു, നാളെ എൻ്റെ മനസ്സമ്മതമാണ്. എടോ, താൻ ആൾ കൊള്ളാമല്ലോ, ഞാൻ കോട്ടയത്തുണ്ടായിട്ടും എന്നെ വിളിച്ചില്ലല്ലോ. കൊച്ചുമോനും വന്നിട്ടുണ്ട്. നാളെ ഞങ്ങൾ കൃത്യസമയത്ത് അവിടെ എത്താമെന്ന് രാജു മാത്യു പറഞ്ഞിട്ട് ഫോൺ വെച്ചു. ബാലൻ വരുന്നതിനാൽ പുതിയ സിനിമയുടെ കാര്യം സെഞ്ചുറിക്കാരോട് പറയണ്ട എന്ന് ഫാസിൽ ചട്ടം കെട്ടി. പിറ്റേന്ന് മനസ്സമ്മതത്തിനും പെൺവീട്ടിൽ ഭക്ഷണത്തിനും സെഞ്ചുറിക്കാർ വന്നു. ബാലൻ വന്നില്ല. ആലോചിച്ച് നോക്കിയേ, ഗാന്ധി ബാലൻ വന്നില്ല. റാംജി റാവു ഗാന്ധിമതി ഏറ്റ ശേഷം വരാത്ത കാര്യം സിദ്ദിഖ് ലാൽമാരോട് പറഞ്ഞപ്പോൾ ഒരവസരം കൂടി ഗാന്ധിമതി ബാലന് നൽകാൻ അവർ പറഞ്ഞു. വീണ്ടും ബാലനെ വിളിച്ചു. മനസ്സമ്മതത്തിന് വരാനാകാതെ പോയതിലെ വിഷമം ബാലൻ പറഞ്ഞു. ആലപ്പുഴ വന്ന് റാംജി റാവുവിൻ്റെ കഥ കേട്ട് എല്ലാം ഓക്കെ പറഞ്ഞിട്ട് ഗാന്ധിമതി ബാലൻ പോയി. പിന്നെ പതിവ് പോലെ ഒരു വിവരവുമില്ല. റാംജി റാവു ബെമ്പർ ഹിറ്റായി. 175ാമത്തെ ദിവസം എറണാകുളത്ത് താജ് മലബാറിൽ വെച്ചായിരുന്നു അതിൻ്റെ ആഘോഷം. മനഃപൂർവ്വം ഗാന്ധിമതി ബാലനെ ആ ഫംഗ്ഷനിലേക്ക് ക്ഷണിച്ചു. ബാലൻ ചെന്നു. താൻ ഒഴിവാക്കിയ 2 സിനിമകളെപ്പറ്റി ദുഃഖിതനായി ഗാന്ധിമതി ബാലൻ സംസാരിച്ചു. നോക്കത്തെ തീർത്ത് കണ്ണെന്നിട്ടും പോയി. റാംജി റാവും പോയി. ആലോചിക്കുക, എത്ര ലക്ഷം രൂപ കിട്ടേണ്ടതാണ്. ഗാന്ധിമതി ബാലൻ പറഞ്ഞതെല്ലാം കേട്ടു നിന്ന സിദ്ദിഖ് ഗാന്ധിമതി ബാലനെ ആശ്വസിപ്പിച്ചു. ഒരു കുഴപ്പമില്ല, ഞങ്ങളുടെ അടുത്ത സിനിമ എത്രണ്ണം ഞങ്ങൾ ചെയ്യുന്നുണ്ടോ അതെല്ലാം ബാലൻ എടുത്തുകൊള്ളാമെന്ന് പറഞ്ഞ് ഞങ്ങളെ കൊതിപ്പിക്കണം. അത് കേട്ട് ബാലൻ്റെ മുഖത്ത് സന്തോഷമായി. കാരണം റാംജി റാവു പോയെങ്കിലും ഇനി സിദ്ദിഖ് ലാൽമാർ എടുക്കുന്ന പടങ്ങളെല്ലാം എനിക്ക് വിതരണം തരാമെന്നാണല്ലോ പറയുന്നത്. അതുകൊണ്ട് ഞങ്ങൾ എടുക്കുന്ന എല്ലാ പടവും എടുത്തുകൊള്ളാമെന്ന് പറഞ്ഞ് ഞങ്ങളെ കൊതിപ്പിക്കണം. എന്നിട്ട് വീണ്ടും സിദ്ദിഖ് പറഞ്ഞു, എന്നിട്ട് ബാലൻ ആ പടങ്ങളൊന്നും എടുക്കരുത്, ഞങ്ങൾ വേറെ കമ്പനിക്ക് ആ പടങ്ങൾ കൊടുക്കും. അങ്ങനെ ആ സിനിമകൾ ബെമ്പർ ഹിറ്റാവും. എല്ലാവരും കേട്ടു നിന്ന് എല്ലാവരും പൊട്ടിച്ചിരിച്ചു. ബാലൻ നിസ്സംഗനായി നിന്നു. റാംജി റാവു സെഞ്ചുറി വിതരണം ചെയ്തു. ഫാസിലും സംഘവും നിർമ്മിക്കുന്ന കാക്കോത്തിക്കാവിലെ അപ്പൂപ്പന്താടികൾ എന്ന് പറഞ്ഞ സിനിമയ്ക്കായി ഒരു ക്ഷേത്രക്കാവ് വേണം. അതിൽ ഈ വിഷക്കാരെല്ലാം രാത്രി വന്ന് സങ്കേതമാക്കുന്ന ഒരു കാവിലാണല്ലോ. അപ്പോൾ കാക്കോത്തിക്കാവിലെ അപ്പൂപ്പന്താടികൾ സംവിധാനം ചെയ്യുന്നത് കമലാണ്, നിർമ്മിക്കുന്നതാണ് ഫാസിലും സംഘവും. അപ്പോൾ നിർമ്മാതാക്കളിൽ ഒരാളായ ഔസേപ്പച്ചനും കമലും കൂടി ഒരുപാട് സ്ഥലങ്ങളിൽ പോയി കാവുകൾ കണ്ടു. കഥയ്ക്ക് പറ്റിയൊരു കാവ് ഒരിടത്തും കണ്ടെത്താനായില്ല. നാടോടികൾക്ക് സന്ധ്യയ്ക്ക് വന്നുകൂടാൻ പറ്റിയ ഇടമാവണം, ചിത്രീകരിക്കാനുള്ള ഒരു ഫ്രെയിമിൽ വെച്ചാൽ ഭയങ്കര രസമായിട്ട് തോന്നിയും വേണം. അപ്പോഴാണ് ആരോ പറയുന്നത് പെരുമ്പാവൂരിൽ മനോഹരമായ ഒരു കാവുണ്ടെന്ന്. അങ്ങോട്ട് വിട്ടു ഈ പറഞ്ഞ ടീം കാവ് കാണാനായിട്ട്. പെരുമ്പാവൂരിലെ കാവ് കാണാൻ ഫാസിലും കൂടെ കൂടി. ഉച്ചയോടെ സംഘം പെരുമ്പാവൂരിലെ കാവിലെത്തി. പക്ഷേ ഇതും കഥയ്ക്ക് പറ്റിയ ഒരു കാവല്ല, വെറുതെ ഒരു യാത്ര കൂടി എന്ന ചിന്തയിൽ കാവൊക്കെ നോക്കി അവർ നിൽക്കുമ്പോൾ കുറച്ച് മാറി ഒരു മരത്തണലിൽ കുറച്ച് ചെറുപ്പക്കാർ ചൊറ പറഞ്ഞിരിക്കുന്നത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. അവരിൽ വെളുത്ത് മെലിഞ്ഞു പൊക്കമുള്ളൊരു ചെറുപ്പക്കാരൻ കാവ് കാണാൻ വന്ന സിനിമാ സംഘത്തിൻ്റെ അടുത്തേക്ക് വന്നു. അതിവിനയം കലർന്ന ചിരിയോടെ അയാൾ സ്വയം പരിചയപ്പെടുത്തി, ഞാൻ മലയാറ്റൂർ രാമകൃഷ്ണൻ്റെ ജ്യേഷ്ഠൻ്റെ മകനാണ്, കലാഭവനിൽ മിമിക്രി ചെയ്യുന്നു. സാറിൻ്റെ കൂടെയുള്ള ലാലിൻ്റെയും സിദ്ദിഖിൻ്റെയും ഒക്കെ സുഹൃത്താണ്. സംസാരത്തിനിടയിൽ എന്താണ് ഇവിടെ വരാൻ കാര്യം എന്ന് ചോദിച്ചു. അതിങ്ങനെ കമൽ സംവിധാനം ചെയ്യുന്ന കാക്കോത്തിക്കാവിലെ അപ്പൂപ്പന്താടികൾ എന്ന് പറഞ്ഞ് ഞങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന പടത്തിൻ്റെ ഒരു കാവ് അന്വേഷിച്ചിറങ്ങിയതാണ് എന്നൊക്കെ പറഞ്ഞു. എല്ലാം കേട്ടിട്ട് ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, എനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ട്, നല്ല വേഷങ്ങൾ എന്തെങ്കിലും തന്ന് സഹായിക്കണം. ആ പറഞ്ഞ ചെറുപ്പക്കാരനാണ് ജയറാം. വർഷങ്ങൾ കഴിയുന്നു. റാംജി റാവുവിൻ്റെ എഴുത്തും ചർച്ചകളും നടക്കുന്നു. സംവിധായക ഇരട്ടയ്ക്ക് ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, തങ്ങളുടെ ആദ്യ സിനിമയിൽ ഒരു വേഷം ജയറാം ചെയ്യണം. വർഷങ്ങളായി ഞങ്ങളുടെ സുഹൃത്തായതിനാൽ ജയറാം പ്രധാന വേഷത്തിൽ വന്നാൽ ടെൻഷനില്ലാതെ ഞങ്ങൾക്ക് ചിത്രീകരിക്കാനാവും. ആദ്യമായിട്ട് ചെയ്യുന്ന സിനിമയല്ലേ. ഈ സമയത്ത് ജയറാം പത്മരാജൻ്റെ അപരനിലൂടെ നായകനായി കഴിഞ്ഞു. അത് കഴിഞ്ഞ് ശ്രദ്ധേയനായി മാറി. പെട്ടെന്ന് ഒറ്റ സിനിമയുടെ തന്നെ ജയറാം നായക നിരയിലേക്ക് ഉയർന്നല്ലോ. ജയറാം മുകേഷ് ഇന്നസെൻറ്റ്
കൃത്യമായ കാസ്റ്റിംഗ് ആവുമെന്ന് സിദ്ദിഖും ലാലും വിശ്വസിച്ചു. ജയറാം എവിടെയുണ്ടെന്ന് തിരക്കിയപ്പോൾ നാഗർകോവിലിൽ പത്മരാജൻ്റെ തന്നെ മൂന്നാം പക്കം എന്ന സിനിമയുടെ ലൊക്കേഷനിലുണ്ട്. ആ ചിത്രം നിർമ്മിക്കുന്നത് ഗാന്ധിപതി ബാലനുമാണ്. ഔസേപ്പച്ചനും ഫാസിലുമൊക്കെ ഗാന്ധിപതി ബാലന് വേണ്ടപ്പെട്ട ആളുകളാണല്ലോ. അഡ്വാൻസ് കൊടുക്കാനായി ചെക്കും ഒക്കെ ആയിട്ട് ഔസേപ്പച്ചൻ തന്നെ നാഗർകോവിലേക്ക് പോയി. പരിചയക്കാരനായ ഗാന്ധിപതി ബാലൻ ഉള്ളതിനാൽ തന്നെ നന്നായി പരിചയപ്പെടുത്തും ജയറാമിനോട് എന്നായിരുന്നു ഔസേപ്പച്ചൻ്റെ ഒരു സന്തോഷം. കാവ് കാണാൻ ചെന്നപ്പോൾ പരിചയപ്പെട്ട കാര്യമൊക്കെ പറയുമ്പോൾ ജയറാമിനും സന്തോഷമാകും എന്ന് ഔസേപ്പച്ചൻ കരുതി. ഈ ചിന്തകളുമായി നാഗർകോവിലിൽ ചെന്ന ഔസേപ്പച്ചനെ ജയറാം തീർത്തും നിരാശനാക്കി. ഫാസിലിൻ്റെ നേതൃത്വത്തിൽ ശിഷ്യന്മാരായ സിദ്ദിഖും ലാലും സ്വതന്ത്ര സംവിധായകരാകുന്നതും പ്രധാനപ്പെട്ട 3 വേഷങ്ങളിൽ പ്രധാന വേഷം ചെയ്യാൻ ജയറാമിനെ ക്ഷണിക്കാൻ വന്നതാണെന്നുമൊക്കെ ഔസേപ്പച്ചൻ പറഞ്ഞു. മിമിക്രി കാലത്ത് സുഹൃത്തുക്കളായ ലാലും സിദ്ദിഖും ചെയ്യുന്ന സിനിമ എന്നറിയുമ്പോൾ തന്നെ സന്തോഷം, ഞാൻ ചെയ്യാമെന്ന് ജയറാം പറയുമെന്ന് കരുതിയ ഔസേപ്പച്ചനോട് ജയറാം പറഞ്ഞത്, ക്ഷമിക്കണം, എനിക്ക് ഒട്ടും സമയമില്ല. ഇത് കഴിഞ്ഞാൽ കമൽ സാറിനോടൊപ്പം, കമൽഹാസനോടൊപ്പം ചാണക്യൻ എന്ന് പറഞ്ഞ സിനിമ ചെയ്യണം. അത് കഴിഞ്ഞാൽ മറ്റേ പടം, അത് കഴിഞ്ഞാൽ ഇവിടുത്തെ പടം എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ പടം, ഇദ്ദേഹത്തിൻ്റെ പടം എന്നൊക്കെ പറഞ്ഞ് ഒരു നീണ്ട നിരയങ്ങ് പറഞ്ഞു. അതായത് അടുത്ത ഒരു 5 വർഷത്തേക്ക്, അത് ജയറാമിൻ്റെ ഒരു സ്ഥിര ശൈലിയാണ്, ഒരു മിനിമം ഒരു 3 വർഷം ഡേറ്റ് ഇല്ല എന്നുള്ള രീതിയിൽ കള്ളം പറയും. അപ്പോൾ ഔസേപ്പച്ചൻ എല്ലാം കേട്ടോണ്ട് നിന്നു. അല്ലാതെ എന്ത് ചെയ്യാനെന്നേ. സിനിമാക്കാരനായാൽ ഇവരാരും തുറന്നു പറയാത്തതാണ്. എന്നെപ്പോലെ മിമിക്രി കളിച്ച് നടക്കുന്നവന്മാർ എടുക്കുന്ന സിനിമയുടെ നിലവാരം മനസ്സിൽ കണ്ട് ഊരിയതായിരിക്കണം ജയറാമെന്ന് ഞാൻ പറയും. സിനിമാക്കാരായതുകൊണ്ട് അവരാരും തുറന്ന് പറയില്ല. സിദ്ദിഖും പറയില്ല, ലാലും പറയില്ല. എന്ന് മാത്രമല്ല, സിദ്ദിഖ് ലാലെന്ന് എഴുതി കാണിച്ചാൽ മാത്രം, ആ സംവിധായകരുടെ പേര് കണ്ടാൽ മാത്രം തിയേറ്ററിലേക്ക് ആൾ ഇടിച്ചു കയറാൻ കഴിയുന്ന അത്ര പ്രശസ്തരായ ശേഷം അവർ ഫ്രണ്ട്സ് എന്ന പടത്തിൽ എന്താ പറയുക, ജയറാമിനെ അഭിനയിപ്പിച്ചു. ഞാനാണെങ്കിൽ ചെയ്യില്ല, പിന്നെ ഒറ്റ സിനിമയിൽ വിളിക്കില്ല. ഇവരെന്തുകൊണ്ടോ അയാളെ വിളിച്ച് ആ പടം ജയിച്ചു. കാരണം ഒരേ കാലഘട്ടത്തിൽ മിമിക്രി കളിച്ച് നടന്നിരുന്നവരിലെ 2 പേർ സംവിധായകരാവുകയും അവരാദ്യമായിട്ട് ചെയ്യുന്ന സിനിമയ്ക്ക് വേണ്ടി നായക വേഷം ചെയ്യാൻ വിളിക്കുമ്പോൾ ഇദ്ദേഹം 1, 2, 3 സിനിമ കഴിഞ്ഞ് പ്രശസ്തനായി നിൽക്കുമ്പോൾ നമ്മളൊക്കെ ആണെങ്കിൽ ചാടി വീഴും. അയ്യോ, സിദ്ദിഖിൻ്റെ ലാലിൻ്റെ പടമല്ലേ, ഞാൻ ചെയ്യാമെന്ന് പറയും. അല്ലെങ്കിൽ ഫാസിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പടമല്ലേ, ഞാൻ ചെയ്യാമെന്ന് പറയും. പക്ഷേ ഊരിക്കളഞ്ഞു. എനിക്ക് അടുത്ത പഞ്ചവത്സര പദ്ധതിയിൽ ഒരു ദിവസം ഫ്രീ ഇല്ല എന്നുള്ള രീതിയിൽ ഊരിക്കളഞ്ഞു. അവരെ വെച്ച് പിന്നെ ഇവർ സ്വന്തം ഐഡൻറ്റിറ്റി ഉണ്ടാക്കിയ ശേഷം സിദ്ദിഖ് ലാൽമാർ ആ പടം ചെയ്യാൻ പാടില്ലായിരുന്നു. എന്തായാലും നിരാശനായി ജയറാം ഊരിയതാണ് എന്ന് മനസ്സിലാക്കാതെ ഔസേപ്പച്ചൻ തിരിച്ചു പോന്നു. ഫാസിലിനെ വിളിച്ച് ഔസേപ്പച്ചൻ കാര്യം പറഞ്ഞു. കൊണ്ടുപോയ അഡ്വാൻസും കൊണ്ട് ഔസേപ്പച്ചൻ മടക്കി. വിവരമറിഞ്ഞ സിദ്ദിഖിന് വിഷമമായി. സാരമില്ല, നമുക്ക് വേറെ ആലോചിക്കാം എന്നായിരുന്നു മറുപടി. ജയറാം അന്ന് നോ പറഞ്ഞതിൽ, അതൊക്കെയാണ് ഈ ഗുളിക നിൽക്കുന്ന നേരത്ത് ജയറാം അങ്ങനെ നോ പറഞ്ഞതിനാലാണ് മലയാള സിനിമയ്ക്ക് സായി കുമാർ എന്ന് പറഞ്ഞൊരു നല്ല നടനെ മലയാള സിനിമയ്ക്ക് കിട്ടിയത് എന്നുള്ളത് മലയാളത്തിൻ്റെ ഭാഗ്യം എന്ന് ഞാൻ പറയും. അറിയപ്പെടുന്ന താരമില്ലാതെ തന്നെ സൂപ്പർ ഹിറ്റ് സിനിമ ഉണ്ടാക്കിയ സിദ്ദിഖ് ലാൽമാർ ശ്രദ്ധേയരായില്ലേ ആദ്യ സിനിമയോടെ തന്നെ. ഇപ്പോൾ മോഹൻലാലും ശ്രീനിവാസനും അഭിനയിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അറിയപ്പെട്ടു തുടങ്ങിയ ജയറാമിനെ അഭിനയിപ്പിച്ചിരുന്നെങ്കിൽ കിട്ടുന്നതിനേക്കാൾ എത്രയോ മൈലേജ് സായി കുമാർ എന്ന് പറഞ്ഞ നവാഗതനെ വെച്ച് ചെയ്തതിൻ്റെ പേര് കിട്ടി. അത് മതി. സായി കുമാറിനെ കണ്ടെത്തിയതിലും രസകരമായ കഥയുണ്ട്. കൊട്ടാരക്കര ശ്രീധരൻ നായരുടെ മകൻ, വിടരുന്ന മുട്ടുകൾ അടക്കം ബാലനടനായി അഭിനയിച്ച സായി അവിടുന്ന് നാടക നടനായി, KPSCയിൽ നായകനായി പെട്ടെന്ന് ശ്രദ്ധേയനായി. സംഘചേതനയ്ക്കായി പെരപ്പക്കോട് മുരളി സാർ എഴുതിയ സ്വാതി തിരുനാളായി വലിയ പേരുണ്ടാക്കി. ഈ സമയത്താണ് സിദ്ദിഖ് ലാൽ ടീം സിനിമാ സംവിധായകരാകാൻ തുടങ്ങുന്നത്. മോഹൻലാലിനെയും ശ്രീനിവാസനെയും വച്ചാൽ കാശ് കിട്ടും, പക്ഷേ നിങ്ങൾക്ക് പേര് കിട്ടില്ല എന്ന ഫാസിലിൻ്റെ ഉപദേശം. തങ്ങളെക്കാൾ മുമ്പ് മിമിക്രിയിൽ വന്ന ജയറാമിനെ നായകനാക്കാമെന്ന് ചിന്തിച്ചപ്പോൾ സാറിന് ഭയങ്കര തിരക്കായ അവസരം. ഇനി ആര് എന്ന അന്വേഷണം നടക്കുകയാണ്. ഇതിനിടയിൽ ആളെ തപ്പി കിട്ടാതെ വന്നപ്പോൾ വീട്ടിൽ സ്വർണം വച്ചിട്ട് എന്തിന് നാട്ടിൽ തേടി നടപ്പൂ എന്നുള്ള പരസ്യം പോലെ ഫാസിലൊരു സജഷൻ വെച്ചു. നിങ്ങൾ സിദ്ദിഖും ലാലും തന്നെ ബാലകൃഷ്ണനും ഗോപാലകൃഷ്ണനും ആയാൽ മതിയെന്ന് ഫാസിൽ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഒരു ദീർഘവീക്ഷണം ആലോചിച്ച് നോക്കണം. എന്തിനെന്നേ നിങ്ങൾ ആളുകളൊക്കെ അന്വേഷിച്ച് നടക്കണേ? നിങ്ങൾ 2 പേരും ഗോപാലകൃഷ്ണനും ബാലകൃഷ്ണനും ആവാൻ പറഞ്ഞു.
നല്ല കഥയായതിനാൽ നിങ്ങൾ മതി എന്നാണ് ഫാസിൽ പറഞ്ഞത്. അത് കേട്ട് സിദ്ദിഖും ലാലും ഞെട്ടിയെങ്കിലും ഫാസിലിൻ്റെ ദീർഘവീക്ഷണത്തെ നമ്മൾ സമ്മതിക്കണം. കാരണം ലാല് നാളുകൾക്ക് ശേഷം ശ്രദ്ധേയനായ നടനായി, സിദ്ദിഖും ചില സിനിമകളിൽ അഭിനയിച്ചു. നായകനെ തപ്പിയുള്ള അന്വേഷണം 2 വർഷത്തോളം മുന്നോട്ട് പോയി. ഫാസിലിൻ്റെ പുതിയ ചിത്രത്തിൻ്റെ വർക്കുമായി സിദ്ദിഖ് മദ്രാസിന് പോവുകയാണ് ട്രെയിനിൽ. മനസ്സിൽ മുഴുവൻ നായകനാകാൻ ഇനി ആര് എന്ന ചിന്ത മാത്രം. മിമിക്സ് പരേഡുമായി നടക്കുന്ന കാലത്ത് ഒരിക്കൽ പ്രോഗ്രാമിനായി സിദ്ദിഖും ലാലും എല്ലാം തിരുവനന്തപുരത്ത് വന്നു, കലാഭവൻ്റെ പ്രോഗ്രാമിന്. സീസൺ കാലത്ത് പ്രോഗ്രാമിനായി വരുന്നവരൊക്കെ തലസ്ഥാനത്ത് വന്നാൽ താമസിക്കുന്നത് തമ്പാനൂർ കൈരളി തിയേറ്ററിന് എതിർവശത്തുള്ള ഉടുപ്പി ലോഡ്ജിലാണ്. ഒരിക്കൽ അവിടെ താമസിക്കുമ്പോൾ ഇവരുടെ ടീമിലുള്ള കലാഭവൻ റഹ്മാൻ ഒരു യുവാവിനെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. അവിടെ നാടകത്തിൻ്റെ ഒരുപാട് പേര് താമസമുണ്ടല്ലോ, ഗാനമേളക്കാർ, നാടകക്കാർ, മിമിക്രിക്കാർ, ഓട്ടംതുള്ളലുകാർ, കഥകളിക്കാരെല്ലാം താമസമുണ്ടല്ലോ. അവിടെ വെച്ച് ഒരു ചെറുപ്പക്കാരനെ കലാഭവൻ റഹ്മാൻ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. അതാണ് നാടക നടൻ സായി കുമാർ. കൊട്ടാരക്കര ശ്രീധരൻ നായരില്ലേ സിനിമാ നടൻ, അദ്ദേഹത്തിൻ്റെ ഏക മകൻ. മെലിഞ്ഞ സുന്ദരനായ യുവാവ്, ഭംഗിയുള്ള തലമുടി, നല്ല ഉയരം. മദ്രാശിയിലേക്കുള്ള ട്രെയിൻ യാത്രക്കിടയിൽ സിദ്ദിഖ് ആലോചിച്ചിരുന്നപ്പോൾ പെട്ടെന്ന് ആ യുവാവിൻ്റെ പേര് അല്ലെങ്കിൽ ആ യുവാവിൻ്റെ രൂപം നനച്ചിരിക്കാതെ ഓർത്തു. മദ്രാസിലെത്തിയ ഉടനെ പ്രൊഡക്ഷൻ കൺട്രോളർ PA ലത്തീഫിനെ സിദ്ദിഖ് കണ്ടു. ഒരു നടനെ കിട്ടിയിട്ടുണ്ട്, കൊട്ടാരക്കര ചേട്ടൻ്റെ മകൻ സായി കുമാർ. ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴി ആലോചിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ വന്നതാണ് ലത്തീഫുക്ക എന്ന് പറഞ്ഞു. അവൻ ബെസ്റ്റാണ്. സ്വാതി തിരുനാൾ നാടകത്തിലെ സ്വാതി തിരുനാളാകുന്നത് അവനാണ്. നിങ്ങൾ പെട്ടെന്ന് തന്നെ അവനെ കാണും. വിവരം ഫാസിലിനോടും പറഞ്ഞു. ഒരു കാര്യം ചെയ്യ്, ലാൽ എറണാകുളത്തുണ്ടല്ലോ, ലാൽ പോയി സായി കുമാറിനെ കാണട്ടെ. സായിക്ക് താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് അതുമായി മുന്നോട്ട് പോകാം എന്നായി ഫാസിൽ. വിവരം പറഞ്ഞ ലാല് സായി എവിടെയുണ്ടെന്ന് തിരക്കിയപ്പോൾ നാളെ സ്വാതി തിരുനാൾ എന്ന് പറഞ്ഞ നാടകം, സംഘചേതനയുടെ നാടകം കൊല്ലത്തുണ്ട്, അവിടെ പോയാൽ കാണാം എന്നറിഞ്ഞു. ലാല് ആന്റണി മൈക്കിളിനെയും കൂട്ടി കൊല്ലത്തേക്ക് വിട്ടു. അപ്പോൾ ആന്റണി മൈക്കിൾ പറയുന്നത്, ഏയ് സായി ഒന്നും വരില്ലെന്നേ, അയാൾ നാടകത്തിൽ ഭയങ്കര ബിസിയാണ് എന്നാണ് ആന്റണി മൈക്കിൾ പറയുന്നത്. പോടാ അവിടുന്ന്, സിനിമ എല്ലാവരുടെയും സ്വപ്നമാണ്. ഇത്രയും നല്ലൊരു വേഷം കിട്ടിയിട്ട് വരില്ല എന്ന് പറയാൻ അയാൾക്ക് എന്താ വട്ടുണ്ടോ? ലാല് ആന്റണി മൈക്കിളിൻ്റെ വഴക്ക് പറഞ്ഞു. കൊല്ലത്ത് ചെന്ന് നാടകം തുടങ്ങുന്നതിന് മുമ്പ് ഗ്രീൻ റൂമിൽ കയറി ലാലും ആൻ്റണിയും സായിയെ കണ്ടു. ഞങ്ങൾ സംവിധായകൻ ഫാസിൽ സാറിൻ്റെ അസിസ്റ്റൻറ്റുമാരാണ്. ഞങ്ങളുടെ ആദ്യ പടം തുടങ്ങുന്നു. സായിയെ നായകനാക്കിയാൽ കൊള്ളാമെന്ന് ഞങ്ങൾക്കുണ്ട്. സായി കുമാറിന് വലിയ സന്തോഷം. വൈകിയാൽ തിരിച്ചു പോകാൻ ഞങ്ങൾക്ക് ബസ് കിട്ടില്ല, അതുകൊണ്ട് കുറച്ച് നേരം നാടകം കണ്ടിട്ട് ഞങ്ങൾ പോകും എന്ന് പറഞ്ഞു. നാടകം തുടങ്ങാൻ സമയമായപ്പോഴാണ് ഇവരെത്തിയത്. ഇത്രയും ലാല് പറഞ്ഞു സായിയോട്. ലാലിനെയും ആന്റണി മൈക്കിളിനെയും മുൻനിരയിൽ തന്നെ കസേരയിട്ട് സായി ഇരുത്തി. സ്വാതി തിരുനാളിൻ്റെ ആദ്യ ഭാഗം കണ്ടിട്ട് ലാല് ഫാസിലിൻ്റെ മദ്രാസിലെ ഓഫീസിലെ ഫോണിൽ വിളിച്ച് സിദ്ദിഖിനോട് പറഞ്ഞു, ഡാ സിദ്ദിഖേ, അയാൾ ഉഗ്രനാണ്ടാ, അയാൾ മതി, അയാൾക്ക് താല്പര്യമുണ്ട്, നമുക്ക് പറ്റിയ ആളാ. പിന്നീട് ലാലും ലത്തീഫും കൂടിയാണ് സായിയെ വീട്ടിൽ പോയി കണ്ട് കഥ പറഞ്ഞ് വിശദമായി കഥ പറഞ്ഞു കൊടുക്കുന്നത്. സായിക്ക് കഥ ഇഷ്ടമായി. ഫാസിലാണ് അവസാന തീരുമാനം എടുക്കേണ്ടത്. അതുകൊണ്ട് സായി ഒന്ന് മദ്രാസ് വരെ വരണം എന്ന് പറഞ്ഞു. ഓ അതിനെന്താ, ഞാൻ വരാം. സായി ഫാസിലിൻ്റെ ചെന്നൈയിലെ ഓഫീസിൽ ചെന്നു. ഫാസിൽ, സിദ്ദിഖ്, ലാല്, ലത്തീഫ്, ഔസേപ്പച്ചൻ, നമ്മുടെ ബാബു ഷാഹിർ ഇവരെല്ലാം ഉള്ള ഒരു ദിവസമാണ് സായി ചെന്നത്. സിനിമയുടെ കാര്യങ്ങളെല്ലാം സംസാരിച്ചു. അക്കാലത്ത് സായി കുമാർ നന്നായിട്ട് തടിച്ച കാലമാണ്. ഈ സ്വാതി തിരുനാളിൻ്റെ കിന്നരി വെച്ച കുപ്പായൊക്കെ ഇട്ട് സ്റ്റേജിൽ നിൽക്കുന്ന നടൻ മധുസാർ നിൽക്കുകയാണെന്ന് തോന്നുന്നു. അത്രയും തടിയുണ്ടായിരുന്നു. തടിയൊക്കെ നമുക്ക് കുറപ്പിക്കാം. ആദ്യം പ്രധാനപ്പെട്ട ചില രംഗങ്ങൾ അഭിനയിച്ച് നോക്ക് എന്നായി ഫാസിൽ. ലാലും സിദ്ദിഖും പറഞ്ഞു കൊടുത്ത സീനുകൾ സായി അഭിനയിച്ച് കാണിച്ചു. അതിമനോഹരമായി സായി പ്രകടനം നടത്തി. അവിടെ വെച്ച് തന്നെ സായി കുമാറിന് അഡ്വാൻസ് കൊടുത്തു. ആദ്യം തൻ്റെ അച്ഛൻ്റെ കുഴിമാടത്തിൽ പോയി അനുഗ്രഹം വാങ്ങിക്കണം. മഹാനായ നടനാണ് കൊട്ടാരക്കര ചേട്ടൻ, അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം കൂടി ഉണ്ടാകണം ഫാസിൽ നിർദ്ദേശിച്ചു. അത് ഞാൻ ചെയ്യാമെന്ന് സായി. ഇനി ഷൂട്ടിങ്ങിനാണ് വരേണ്ടത്, അപ്പോഴേക്കും വണ്ണം നന്നായി കുറയ്ക്കണം. സായി സമ്മതിച്ചു.
നാട്ടിലെത്തി സായി കടപ്പുറത്തൊക്കെ ഓടിയും എക്സസൈസ് ചെയ്തുമൊക്കെ തൻ്റെ തൂക്കം നേര് പകുതിയായി കുറച്ചു. നെറ്റിയിൽ കുരുകൂട് പോലെ കിടന്ന മുടിയൊക്കെ വെട്ടിയൊതുക്കി സുന്ദരനാക്കി. സ്വാതി തിരുനാളായി സ്റ്റേജിൽ നിന്ന സായി നേർ പകുതി വലിപ്പത്തോടെയാണ് റാംജി റാവുവിൻ്റെ സെറ്റിലെത്തിയത്. സംഘകേളിയിൽ നിന്നും സായി കുമാർ സിനിമയ്ക്കായി നാടകം മതിയാക്കിയപ്പോൾ സ്വാതി തിരുനാളായിട്ട് അടുത്തൊരാൾ വേണ്ടേ, വഴിയ പണമെന്ന് വിളിച്ച് അഭിനയിപ്പിക്കാൻ ഒക്കില്ലല്ലോ. അവരടുത്തൊരാളെ സ്വാതി തിരുനാളായിട്ട് കണ്ടുപിടിച്ചു. അതാണ് റിസ ബാബ. സിദ്ദിഖ് ലാൽമാരുടെ ഈ റാംജി റാവു സ്പീക്കിംഗ് കഴിഞ്ഞ അടുത്ത ചിത്രം എന്ന് പറഞ്ഞാൽ ഇൻ ഹരിഹർ എന്നറാണല്ലോ. അത് തുടങ്ങിയപ്പോൾ റിസ ബാബയെ ആ ചിത്രത്തിലെ വില്ലൻ ജോൺ ഹോനായി എന്ന് പറഞ്ഞ് എന്നും ഓർക്കുന്ന കഥാപാത്രം കൊടുത്തു. അതോടെ സംഘചേതന സ്വാതി തിരുനാൾ എന്ന് പറഞ്ഞ നാടകം അവസാനിപ്പിച്ചു. ഇൻ ഹരിഹർ എന്നറിൽ സായി ആൻഡ്രൂസ് എന്ന അതിഥി വേഷം ചെയ്തു. വാളക്കുഴി ഔസേപ്പച്ചൻ്റെ KG ജോർജ് സംവിധാനം ചെയ്ത ഈ കണ്ണികുടിയിൽ സായി പ്രധാന വേഷം ചെയ്തു. കൃത്യമായി ഷൂട്ടിങ്ങിന് എത്താത്ത പ്രശ്നങ്ങളാൽ സായിയുമായുള്ള നല്ല ബന്ധം ആ ടീമിൽ നിന്ന് പിന്നെ ഉണ്ടായില്ല. കാലങ്ങൾക്ക് ശേഷം സിദ്ദിഖ് ലാൽ ടീം സംവിധാനത്തിൽ നിന്ന് പിരിഞ്ഞ ശേഷം ലാൽ നിർമ്മാതാവും സിദ്ദിഖ് സംവിധാനവും നിർവഹിച്ച ഹിറ്റ്ലർ എന്ന് പറഞ്ഞ സിനിമയിൽ സായി വില്ലനായിട്ട് അഭിനയിച്ചു. ലാലും സിദ്ദിഖും ഫാസിലും ഔസേപ്പച്ചനും അപ്പച്ചനും ഒക്കെ മാന്യത കാണിക്കുന്നത് കൊണ്ടായിരിക്കണം സായിയെപ്പറ്റി പരസ്യമായി ഇന്നേ വരെ ഒരക്ഷരവും പറഞ്ഞിട്ടില്ല. പക്ഷേ അവരുടെ ടീമിൽ റാംജി റാവുവിലെ എല്ലാവരും ഉണ്ടായിരുന്നു, സായി ഒഴികെ. മദ്രാസിൽ റാംജി റാവുവിൻ്റെ ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞ് മദ്രാസിൽ പ്രിവ്യൂ ഇട്ടു. അങ്ങനെ ഒരു ശീലം ഉണ്ടായിരുന്നു പണ്ട്. അങ്ങനെ പ്രിവ്യൂ ഇട്ടു. നിർമ്മാതാക്കളും സിദ്ദിഖ് ലാലും വിതരണക്കാരായ സെഞ്ചുറിയുടെ ആൾക്കാരും അവരുടെ വീട്ടുകാരും ഒക്കെ നവോദയ ജോസും കൊച്ചിൻ നിഫിയും ഒക്കെ ഉണ്ടായിരുന്നു പ്രിവ്യൂ കാണാൻ. പടം തീരുന്നതിന് മുമ്പ് സെഞ്ചുറിയുടെ രാജു മാത്യുവും വീട്ടുകാരും ഇറങ്ങി. എന്തോ അവർക്ക് പടം ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് പടം തീരാൻ നിന്നില്ല, അതിന് മുമ്പേ ഇറങ്ങി. ഇറങ്ങുന്ന വഴിക്ക് വാളക്കുഴി ഔസേപ്പച്ചനോട് രഞ്ജി മാത്യു പറഞ്ഞത്, സിനിമ പോരടോ, നന്നായില്ല എന്നാണ് പറഞ്ഞത്. ഔസേപ്പച്ചൻ ഞെട്ടി. കാരണം നിർമ്മാതാവിനോട് പറയുകയാണ് സിനിമ പോരടോ എന്ന്. മാമുക്കോയ കാറ് കയറുമ്പോൾ അപ്പുറത്തുള്ളവർ പുറത്തേക്ക് ഇറങ്ങുക, അവർ കയറുമ്പോൾ മാമുക്കോയ പുറത്തേക്ക് വീഴുക, ഇതൊക്കെ ഈ സീനൊക്കെ ശരിയാവുമെന്ന് തോന്നുന്നില്ല എന്ന് ഒരു അർത്ഥശങ്കയ്ക്കും ഇടയില്ലാതെ രാജു മാത്യു പറഞ്ഞു. എൻ്റെ പിള്ളേർക്ക് സിനിമ പിടിച്ചില്ല കേട്ടോ. രാജു മാത്യു തൻ്റെ അതൃപ്തി അറിയിച്ചിട്ട് കാർ കയറിയങ്ങ് പോയി. പടം നന്നായെന്ന ആത്മവിശ്വാസത്തിൽ നിന്നവർക്ക് രാജു മാത്യു എന്ന പരിണതപ്രജ്ഞനായ വിതരണക്കാരൻ്റെ കമൻറ്റ് ഞെട്ടലുണ്ടാക്കി. പടം തീർന്ന് ഇറങ്ങി വന്ന കൊച്ചിൻ നിഫ സന്തോഷത്തോടെ പറഞ്ഞു, അതിഗംഭീരം, ചിരിച്ച് ചിരിച്ച് മണ്ണ് കപ്പും എന്ന് പറഞ്ഞു. അദ്ദേഹം കൊച്ചു തമാശകൾക്ക് വരെ ഉച്ചത്തിച്ചിരിക്കുന്ന ആളാണല്ലോ. ഓണത്തിന് 4 ആഴ്ച മുമ്പ് റാംജി റാവു തിയേറ്ററിലെത്തി എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഓണത്തിന് വേറെ പടം കളിക്കും, ഇതൊരു 2 ആഴ്ച, മാക്സിമം ഒരു 2 ആഴ്ച കളിക്കാവുന്ന സാധനമേ ഉള്ളൂ എന്ന് തിയേറ്ററുകാർ വിധി എഴുതി. വിതരണക്കാരൻ അതിന് മുമ്പേ വിധി എഴുതി. ചിത്രം എന്ന് പറഞ്ഞൊരു വലിയ സിനിമ ഒന്നുമില്ല പ്രിയദർശൻ്റെ. ആ ചിത്രത്തിൻ്റെ 1 വർഷ പ്രദർശനത്തിന് ശേഷം PKR പിള്ളയ്ക്ക് വേണ്ടി ബാംഗ്ലൂർ സിറ്റി മദ്രാസിൽ സെറ്റിട്ട് പ്രിയദർശൻ സംവിധാനം ചെയ്ത് ലക്ഷങ്ങൾ മുടക്കാണ് അന്ന് സെറ്റിട്ടത്. ബാംഗ്ലൂർ സിറ്റി സെറ്റിട്ടു. ആലോചിച്ച് നോക്കി. പാവം ആ പിള്ള സാറാൻ്റെ അവസാന കാലം വലിയ കഷ്ടമായിരുന്നു. അങ്ങനെ ബാംഗ്ലൂർ സിറ്റിയൊക്കെ സെറ്റിട്ട് ചെയ്ത പ്രിയദർശൻ്റെ വന്ദനം എന്ന് പറഞ്ഞ പടമാണ് ആ വർഷത്തെ ഓണം റിലീസ്. എറണാകുളം ഷേണായിസിൽ വന്ദനം വന്നപ്പോൾ ഹൗസ്ഫുള്ളായി ഓടിക്കൊണ്ടിരുന്ന റാംജി റാവു സ്പീക്കിംഗ് തമിഴ് സിനിമകൾ മാത്രം കളിക്കുന്ന പത്മയിലേക്ക് മാറ്റി. അവിടെയും ഹൗസ്ഫുള്ളായിട്ട് റാംജി റാവു ഓടി. കോഴിക്കോട് ഡേവിസണിൽ നിന്ന് ബ്ലൂ ഡയമണ്ടിലേക്ക് മാറ്റേണ്ടി വന്നു. അവിടെയും നിറഞ്ഞ സദസ്സിൽ പടം ഓടി. ഓണം കഴിഞ്ഞു ഓടി. അതൊരു ജൈത്രയാത്രയായി മാറി. ഗാന്ധവതി ബാലൻ്റെയും രാജു മാത്യുവിൻ്റെയും ഒക്കെ ധാരണകളെ തിരുത്തി മാറ്റി ഒരു ഹിറ്റ് മേക്കർ ജോഡി സിദ്ദിഖ് ലാൽ പിറവിക്കൊണ്ടു. ഇതാണ് എന്താ പറയുക, റാംജി റാവു സ്പീക്കിംഗ് എന്ന് പറഞ്ഞ ഹിറ്റുകളുടെ കഥയിൽ പറയാനുള്ളത്. വേണമെങ്കിൽ 2 or 3 എപ്പിസോഡ് കൂടി ചെയ്യാവുന്ന അത്രയും സംഭവ ബഹുലമായിരുന്നു റാംജി റാവുവിൻ്റെ ചിത്രീകരണവും തിയേറ്ററിലെത്തുന്ന കഥയുമൊക്കെ. ഒരുപാട് കഷ്ടപ്പെട്ടാണ് ചെയ്തതെങ്കിലും നിർമ്മാതാക്കൾ എന്നുള്ള നിലയ്ക്ക് ഫാസിലും അദ്ദേഹത്തിൻ്റെ ടീമും കൊടുത്ത പിന്തുണ, ഒരു തിരക്കഥാകാരൻ, ഒരു സംവിധായകൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം കൊടുത്ത മുഴുവൻ പിന്തുണ ഈ പറയുന്ന സിദ്ദിഖ് ലാൽ എന്ന് പറഞ്ഞ ഇരട്ട സംവിധായകർക്ക് വലിയ ഗുണം ചെയ്തു. ഇതിൽ വേണമെങ്കിൽ എക്സ്റ്റൻഷനായിട്ടൊരു കൊച്ചു കഥയോടെ പറയാം. റാംജി റാവു ഭയങ്കര ഹിറ്റായി മാറിയപ്പോൾ ഈ ഒരാളിൻ്റെയും വിജയം ആരും അംഗീകരിക്കില്ല. അപ്പോൾ സിനിമ ഇൻഡസ്ട്രിയിലെ പലരും പറഞ്ഞത്, ഏയ് അവന്മാർ മിമിക്രിക്കാരന്മാരൊക്കെ ഒന്നും എടുക്കാറില്ലെന്നേ. അത് ഫാസിലെടുത്ത പടമല്ലേ.
യവന്മാരെ പേര് വെച്ചെന്നേ ഉള്ളന്നേ, ടാക്സൊക്കെ ഒട്ടിക്കാനായിരിക്കും. അല്ലാതെ യവന്മാരൊന്നും അല്ല ചെയ്തത് എന്നും മലയാള സിനിമാ ഇൻഡസ്ട്രിയിൽ ഒരുപാട് പേർ പറയുകയും വിശ്വസിക്കുകയും ചെയ്തു. ഇതെങ്ങനെയോ പാച്ചിക്ക അറിഞ്ഞു. അത് പാച്ചിക്ക് നന്നായിട്ട് വേദനിപ്പിച്ചു. കാരണം മിടുക്കരായ 2 ചെറുപ്പക്കാർ എടുത്ത സിനിമയെ അംഗീകരിക്കാൻ മലയാളി തയ്യാറല്ല, സിനിമാക്കാർ തയ്യാറല്ല. അടുത്ത സിനിമ തുടങ്ങുകയാണ് ഇൻ ഹരിഹർ നഗർ. ആ പടത്തിൻ്റെ സെറ്റിൽ എനിക്കൊന്ന് സ്വിച്ച് ഓണിന് മാത്രമേ പാച്ചിക്ക പോയുള്ളൂ. പാച്ചിക്ക ആ സെറ്റിലേക്ക് ചെന്നില്ല. അപ്പോൾ ഗുരുനാഥനായ പാച്ചിക്ക എന്തുകൊണ്ട് സെറ്റിൽ വന്നില്ല എന്നുള്ളത് ഇവർക്കൊരു പ്രയാസം തോന്നി. പക്ഷേ പാച്ചിക്ക അവരുടെ അത് പറഞ്ഞില്ല. കാരണം പാച്ചിക്ക പോകാത്തതെന്താണെന്ന് ചോദിച്ചാൽ, ഒരു ദിവസം പോലും ആ സെറ്റിൽ പോകാതിരുന്നത് സിദ്ദിഖും ലാലും എന്ന് പറഞ്ഞ മിടുക്കരായ 2 സംവിധായകർ തന്നെയാണ് ഈ സിനിമ സംവിധാനം ചെയ്യുന്നത്, അല്ലാതെ ഫാസിലല്ല എന്ന് ഇനിയെങ്കിലും മലയാളി സിനിമാക്കാർ അംഗീകരിക്കണം എന്നുള്ളൊരു വാശിയുള്ളതുകൊണ്ട് അദ്ദേഹം രണ്ടാമത്തെ പടത്തിൻ്റെ സെറ്റിലേക്ക് പോയില്ല. ആദ്യ പടത്തിൻ്റെ സെറ്റിൽ പോയതുകൊണ്ട് അദ്ദേഹമാണ് സംവിധാനം ചെയ്തതെന്ന് പറഞ്ഞു കളഞ്ഞല്ലോ. അത്രയും വിശാലമായി ചിന്തിച്ച മനുഷ്യനായിരുന്നു പാച്ചിക്ക. അദ്ദേഹത്തിൻ്റെ മണിച്ചിത്രത്താഴിനെ കുറിച്ച് നിങ്ങൾക്കെല്ലാം അറിയാമായിരിക്കും. അദ്ദേഹം സംവിധാനം ചെയ്തതിലെ മണിച്ചിത്രത്താഴിലെ പ്രധാനപ്പെട്ട, കാരണം റിലീസിങ് ഡേറ്റും ഷൂട്ടിങ്ങും എല്ലാം പാരലായിട്ട് പോകുമായിരുന്നു. അപ്പോൾ മണിച്ചിത്രത്താഴിലെ ഹ്യൂമർ സീൻസുകളൊക്കെ KPS ലളിത ചേച്ചി ഇന്നച്ചനെ അരഞ്ഞാണം കെട്ടിക്കുന്ന, ആ ഏലസ് കെട്ടിക്കുന്ന സീനൊക്കെ അതുപോലുള്ള ഹ്യൂമർ സീൻസ് മുഴുവൻ എടുത്തത് സിദ്ദിഖ് ലാലാണ്. അതിലെ സെൻറ്റിമെൻറ്റ്സ് വർക്കൗട്ട് ആവുന്ന സീനുകളെല്ലാം എടുത്തത് സിബിമലയിലായിരുന്നു. പാട്ടടക്കമുള്ളത് ചിത്രീകരിച്ചത് പ്രിയദർശനായിരുന്നു. എല്ലാം കോർഡിനേറ്റ് ചെയ്യലായിരുന്നു പാച്ചിക്കയുടെ ജോലി. പക്ഷേ ആ പടം കണ്ടാൽ ഒരിക്കലും അത് മുഴച്ച് നിൽക്കില്ല. എന്ത് രസമായിട്ടോ അത് പാച്ചിക്ക മനസ്സിൽ എഴുതി വെച്ചിട്ട് അവരോട് ഡിസ്കസ് ചെയ്ത രീതിയിൽ അവരെല്ലാം ചിത്രീകരിച്ചു കൊടുത്തപ്പോൾ നൂലിൽ കൊരുത്ത മുത്തുമണികൾ പോലെ കൃത്യമായിട്ട് വന്നു എന്നുള്ളതാണ്. ഒരു മനസ്സിലൊരു ഈഗോ ഉള്ള ഒരാളാണെങ്കിൽ ഒരിക്കലും അത് ചെയ്യിക്കില്ല. പക്ഷെ അദ്ദേഹം സുഹൃത്തുക്കളെയും ശിഷ്യന്മാരെയും ഒക്കെ കൂടെ കൂട്ടി ഒരു സിനിമ എങ്ങനെ നന്നായിട്ട് ചെയ്യാമെന്ന് തെളിയിച്ച സിനിമയായിരുന്നു മണിച്ചിത്രത്താഴ്. എന്തായാലും ഓടില്ല എന്ന് നല്ല ചിരപ്രതിഷ്ഠരായ വിതരണക്കാർ പോലും പറഞ്ഞ സിനിമ എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. ഈ പടത്തിൻ്റെ കൂടെയാണ് നഗരങ്ങളിൽ ചെന്ന് രാപ്പാർക്കാമെന്നുണ്ട് രഞ്ജിത്ത് സ്ക്രിപ്റ്റ് എഴുതി വിജി തമ്പി സംവിധാനം ചെയ്ത ജയറാമും ശ്രീനിവാസനും അഭിനയിച്ച സിനിമ റിലീസായത്. ഞാൻ അന്ന് SL തിയേറ്റർ എന്നാണ് പറയുന്നത്, ഇപ്പോൾ ഏരീസാണ്. SL തിയേറ്ററിൽ പോയി നെടുങ്കൻ ക്യൂ നിന്ന് വെയിൽ കൊണ്ട് കൗണ്ടറിലെ പകുതി എത്തുന്നതിന് മുമ്പ് തന്നെ പടം ഫുള്ളായി. നഗരങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം സഹിക്കാൻ പറ്റില്ല അവിടെ. അങ്ങനെ നിരാശനായി നടന്നു വരുമ്പോൾ ഇപ്പോഴത്തെ കൃപ തിയേറ്ററിൻ്റെ അന്നത്തെ പേര് ശക്തി എന്നാണ്. ശക്തി തിയേറ്ററിൻ്റെ ആ വഴി കൂടെ നടന്ന് കിഴക്കോട്ടേക്ക് പോകാനായിട്ട് വരുമ്പോൾ ശക്തി തിയേറ്ററിലെ എല്ലാ ഡോറും തുറന്നിട്ടിരിക്കുന്നു. റാംജി റാവു സ്പീക്കിംഗ് എന്ന് പറഞ്ഞ് മുകേഷോ ഏതോ ഒരു പുതിയ പയ്യനൊക്കെ നിൽക്കുന്നൊരു പടം അവിടെ റിലീസുണ്ട്. ആരുമില്ല കാണാൻ. എന്തായാലും സിനിമ കാണാൻ ഇറങ്ങിയതല്ലേ എന്ന് പറഞ്ഞ് ഞാൻ ഒരു ടിക്കറ്റ് എടുത്ത് കയറിയിരുന്ന് കണ്ടു. തിയേറ്ററിൽ പകുതി ആൾ പോലും ഇല്ല. പടം തുടങ്ങി ഒരു 2 മിനിറ്റായി 3 മിനിറ്റായി 4 മിനിറ്റായി ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ പൊട്ടിച്ചിരിച്ചു പോവുകയാണ്. അപ്പുറത്തിപ്പുറത്ത് ഇരിക്കുന്നവർ പോലും കളിയാക്കുന്നവരും വിചാരിക്കാതെ ഞാൻ പൊട്ടിച്ചിരിക്കുകയാണ്. ആലോചിച്ച് എങ്ങനെ ചിരി ഒതുക്കാൻ നോക്കിയിട്ട് നടന്നില്ല. പടം കണ്ടിറങ്ങി വീട്ടിൽ വന്ന് ഞാൻ സിന്ധുവിനോടൊക്കെ കാര്യം പറഞ്ഞു. എന്നിട്ട് സിന്ധുവിനെ പോയി പടം കണ്ടേ തീരും. എനിക്ക് 15-16 ദിവസം കാത്തിരിക്കേണ്ടി വന്നു. പിന്നെ റാംജി റാവു കാണാൻ ഒരു ടിക്കറ്റിന്. അപ്പുറത്ത് നഗരങ്ങളിൽ രാപ്പാർക്കാന്ന് പറഞ്ഞ പടം വീണ്ടും പോയി. ആരും ശ്രദ്ധിക്കാതെ തുടക്കം കുറിച്ച റാംജി റാവു സ്പീക്കിംഗ് സൂപ്പർ ഹിറ്റായി മാറി. നമ്മളിപ്പോൾ ഇത്രയും ക്യാരക്ടറെ പറഞ്ഞുള്ളൂ. അതിൽ വിജയരാഘവൻ ചെയ്ത റാംജി റാവു ഒക്കെ എന്താ പെർഫോമൻസ്. അല്ലെങ്കിൽ മാമുക്കോയ ഒരേ സമയം 2 ആട്ടോയിൽ യാത്ര ചെയ്യുന്ന മാമുക്കോയുടെ ക്യാരക്ടറൊക്കെ പറയാൻ ഓരോ ക്യാരക്ടർ വെച്ച് വേണമെങ്കിൽ ഒരു എപ്പിസോഡ് ചെയ്യാം. എന്തായാലും ഹിറ്റുകളുടെ കഥ എന്ന ഈ പങ്ക്തിയിൽ റാംജി റാവു സ്പീക്കിങ്ങിനെ കുറിച്ച് ഞാൻ സംസാരിച്ചത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ ഫെഫ്കയിൽ നിന്ന് രാജിവെക്കുന്നതിൻ്റെ ഒരു കാരണങ്ങളിലൊന്ന് സിദ്ദിഖാണ്. നല്ല ബന്ധമായിരുന്നു ഞങ്ങളിതിൽ. മാക്ട ഫെഡറേഷൻ്റെ അവസാന കാലത്ത് ജനറൽ ബോഡിയിൽ സ്വന്തം ഭാര്യമാരെ കൂട്ടിക്കൊടുത്തിട്ടായാലും ചിലവന്മാർക്ക് സിനിമ ചെയ്താൽ മതിയെന്ന് ഒരു മഹാൻ പ്രസംഗിക്കുകയും എനിക്ക് സിനിമയാണ് അന്നം, എനിക്ക് സിനിമ ചെയ്യണം, ഞാൻ ദിലീപിനെ വെച്ച് അടുത്ത സിനിമ തുടങ്ങുകയാണ് ബോഡി ഗാർഡ്, അപ്പോൾ എന്നെക്കുറിച്ചാണോ നിങ്ങൾ സംസാരിച്ചതെന്ന് സിദ്ദിഖ് ചോദിക്കുകയും സിദ്ദിഖിനെ കുറിച്ചല്ല സിദ്ദിഖിരുന്നു. അപ്പോൾ GS വിജയൻ എണീറ്റു. എന്നെക്കുറിച്ചാണോ എന്ന് ചോദിച്ചു. വിജയ ആവശ്യമില്ലാതെ പ്രശ്നം ഉണ്ടാക്കല്ലേ എന്ന് പറഞ്ഞ് വിജയനിരുന്നു. മൂന്നാമത് എണീറ്റത് ഞാനായിരുന്നു. ഞാൻ പറഞ്ഞു എൻ്റെ പടം പാലയിൽ ഷൂട്ടിംഗ് നടക്കുമ്പോൾ അതിൻ്റെ സ്വിച്ച് ഓണെങ്കിലും വരണമെന്ന് എൻ്റെ ഭാര്യയ്ക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ കൊണ്ടുപോയിട്ടില്ല. നിങ്ങൾ പറയുന്നതിൽ എൻ്റെ ഭാര്യ വിടുമോ എന്ന് കേട്ടപ്പോൾ ആരോ എൻ്റെ പുറകിൽ നിന്ന് ഈ ഉടുപ്പിൻ്റെ കോളർ പിടിച്ച് ഇരിക്കട അവിടെ നിന്ന് പിടിച്ചിരുത്തി. ഞാൻ കഴുത്തിങ്ങനെ ഇറിയിപ്പി. ഞാൻ നോക്കുമ്പോൾ ശശി പെരുമാനൂർ എന്ന് പറഞ്ഞ ഒരു ആർട്ട് ഡയറക്ടറാണ്. ശശി എൻ്റെ നല്ല പരിചയക്കാരനായിരുന്നു.
പക്ഷേ ശശി ഈ പറയുന്ന മാറ്റോ ഫെഡറേഷൻ്റെ തലപ്പത്തിരിക്കുന്ന ഏകാധിപതിയുടെ അല്ലെങ്കിൽ ഗുണ്ട നേതാവിൻ്റെ ശിഷ്യനായ ഗുണ്ടയാണ്. ഇരിടാന്ന് പറഞ്ഞ് എന്നെ കോളറിൽ തൂക്കി പിടിച്ചിരുത്തി. ഞാൻ ഞെട്ടിപ്പോയി. ശശി പെരുമാനൂരൊക്കെ എൻ്റെ ഉടുപ്പി പിടിക്കാറായോ എന്ന് ഞാൻ ആലോചിച്ചു. എവിടുന്നോ പെട്ടെന്നൊരു അടി വന്നു. രഞ്ജി പണിക്കർ ശശി പെരുമാനൂരിൻ്റെ ചെകിട്ടത്തിട്ട് ഒരൊറ്റ അടി അടിച്ചു കൊടുത്തു, കൈയിടറാന്നുണ്ട്. ആകെ അലങ്കോലമായി. എന്നോട് സിദ്ദിഖ് ചോദിച്ചു, ദിനേശേ ഇനിയും നാണം കെട്ട് ഇവിടെ ഇരിക്കണോ? അവന് വേണ്ട. സിദ്ദിഖ് മുന്നിൽ, GS വിജയൻ പുറകിൽ, അതിൻ്റെ പുറകിൽ ഞങ്ങൾ 3 പേര് ഇറങ്ങി പോകുമ്പോൾ മലയാള സിനിമ മുഴുവൻ അവിടെയുണ്ട്. അതിലൊരു പ്രബല ഗ്രൂപ്പ് ഞങ്ങളെ കൂകിയാണ് BTH ഇറക്കി വിട്ടത്. താഴെ വന്ന് ലിഫ്റ്റിൽ താഴെ ഇറങ്ങി 3 പേര് 3 വഴിക്ക് പിരിയുകയാണ്. എന്നോട് സിദ്ദിഖ് കണ്ണ് നിറഞ്ഞിട്ട്, ദിനേശേ ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. ഞാൻ പറഞ്ഞു, സിദ്ദിഖ് അങ്ങനെ പറയരുത്. ഇത് നമ്മുടെ സംഘടനയ്ക്ക് വേണ്ടിയല്ലേ നമ്മൾ സംസാരിച്ചത്, അല്ല നിങ്ങൾക്ക് വേണ്ടിയല്ല ഞാൻ സംസാരിച്ചത്. അല്ല ദിനേശ്, അവിടെ കൂടിയവരിൽ പലരും എനിക്ക് വേണ്ടി സംസാരിക്കുമെന്ന് ഞാൻ കരുതി. പക്ഷേ ഞാനുമായിട്ട് എക്സിക്യൂട്ടീവ് കമ്മിറ്റികളിലോ അല്ലെങ്കിൽ ജനറൽ ബോഡിയൊക്കെ വരുമ്പോൾ കാണുന്ന ബന്ധം മാത്രമുള്ള ദിനേശ് എനിക്ക് വേണ്ടി സംസാരിച്ചു. കാണാം ദിനേശ് എന്ന് പറഞ്ഞ് പിരിഞ്ഞ സിദ്ദിഖിനെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ആ സിദ്ദിഖും കൂടി ചേർന്ന് ഫെഫ്ക ഉണ്ടാക്കുകയും ആ ഫെഫ്കയുടെ ജനറൽ ബോഡിയിൽ അവിഹിത കത്തുകൾ അയക്കുന്ന അനോണിമസ് കോളുകൾ വിളിച്ചിട്ട് സിനിമാക്കാരെക്കുറിച്ച് അനാവശ്യം പറയുന്ന ഏതെങ്കിലും ഒരാൾ ഈ പറയുന്ന ചെമ്മാടിക്കെതിരെ എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ അയാളുടെ വീട്ടിൽ പോയി രാത്രി പോസ്റ്റർ ഒട്ടിക്കുന്ന ഊമക്കത്തയക്കുന്ന ഒരു തെമ്മാടിയെ ഫെഫ്ക ഡയറക്ടേഴ്സ് യൂണിയൻ്റെ എക്സിക്യൂട്ടീവിലേക്ക് എടുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിൽ പ്രതിഷേധിച്ച് ഇറങ്ങിപ്പോയി. ആ ഇറങ്ങിപ്പോകുമ്പോൾ പോലും സിദ്ദിഖ് നീതി പാലിച്ചില്ല എന്നുള്ളതാണ് എനിക്ക് അദ്ദേഹത്തോടുള്ള ഒരു ഒറ്റ വിയോജിപ്പ്. അതാണ് അദ്ദേഹമെങ്കിലും പറയണമെന്നില്ല. എൻ്റെ ഭാര്യയെ പറ്റി പറഞ്ഞപ്പോൾ ദിനേശ് എനിക്ക് വേണ്ടി പ്രതികരിച്ചവനാണ്. ആ ദിനേശിൻ്റെ വീട്ടുകാരെ അനാവശ്യം കത്തുകളിലൂടെയൊക്കെ അനാവശ്യം എഴുതുന്ന ഒരു തെമ്മാടിയെ ഞാനും കൂടിയുള്ള കമ്മിറ്റിയിൽ എടുക്കാൻ പാടില്ല എന്ന് ദിനേശ് പറയുമ്പോൾ ദിനേശിൻ്റെ കൂടെ നിൽക്കേണ്ടവനാണ് ഞാനെന്ന് സിദ്ദിഖ് തീരുമാനിച്ചില്ല. സിദ്ദിഖ് വായില്ല കുന്നിൽ അപ്പനെ പോലെ ഡയസിലിരുന്നു. സിബി മലയിലും കമലും ഉണ്ണികൃഷ്ണനൊക്കെ ഇരിക്കുന്ന പോലെ അറിയാത്ത പോലെ സിദ്ദിഖ് വരുന്നു. അതിനുശേഷം ഞാൻ സിദ്ദിഖിനെ കണ്ടിട്ടേ ഇല്ല. ഇത്രയും പെട്ടെന്ന് ആ മനുഷ്യൻ പോകുമെന്ന് ഞാൻ കരുതിയതല്ല. സത്യത്തിൽ എനിക്ക് നിരാശയുണ്ട് ആ മനുഷ്യൻ ഇത്ര വേഗം പോയതിൽ. ഒരു പാവം മനുഷ്യനായിരുന്നു, നല്ല ഹ്യൂമർ സെൻസുള്ള. എക്സിക്യൂട്ടീവ് നടക്കുമ്പോൾ പൊട്ടിച്ചിരിക്കും സിദ്ദിഖ് പറയുന്ന കമൻറ്റുകൾ കേട്ടിട്ട്. എന്തായാലും അദ്ദേഹം പോയി. പിന്നെ ലാലിൻ്റെ കാര്യം ഞാൻ പറയണ്ടല്ലോ. ഞാൻ കലാഭമണിയെ മാറ്റിയിട്ട് അടുത്ത ആര് എന്ന് ചിന്തിച്ചത് ലാൽ എന്ന് ചിന്തിച്ചു. എന്നോട് കാല പിടിക്കും പോലെയാണ് ലാൽ പറഞ്ഞത്, ദിനേശേ നിൻ്റെ ആദ്യത്തെ സിനിമയാണ്, വെറുതെ വാശി പിടിക്കരുത്. എന്നെ വച്ച് ചെയ്താൽ 10 പൈസ കിട്ടില്ല, ഞാൻ അഭിനയിച്ച് തുടങ്ങിയിട്ടില്ലേ ഉള്ളൂ. നീ നായക വേഷമൊന്നും എനിക്ക് തരരുത്, അതിലെ മൂത്ത മകൻ്റെ വേഷം ഞാൻ ചെയ്യാം. നീ കലാഭമണിയുമായിട്ട് കോംപ്രമൈസ് ചെയ്യണം എന്നെ ഉപദേശിച്ച ആളാണ് ലാൽ. ഞാൻ പറഞ്ഞു ഞാൻ ഈ പ്രോജക്റ്റ് വേണ്ടെന്ന് വയ്ക്കും, ഞാൻ ചെയ്യുന്നെങ്കിൽ ഇനി നിങ്ങളായിരിക്കും നായകൻ. ലാലേട്ടന് ചെയ്യാൻ പറ്റൂല്ലേ, ഇല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ ഞാൻ ചെയ്യാം, നീ പറഞ്ഞാൽ ഞാൻ തല വെട്ടണമെന്ന് പറഞ്ഞാൽ തല വെട്ടു. എന്നെ അത്ര ഇഷ്ടമായിരുന്നു. അപ്പോൾ ആ ഇഷ്ടം ഞാൻ നിലനിർത്തിയില്ല എന്നുള്ള വേറൊരു സത്യം. അങ്ങനെ ആ സിദ്ദിഖായാലും ശരി ലാലായാലും ശരി, 2 പേരും എൻ്റെ ജ്യേഷ്ഠ സഹോദരന്മാരായ 2 പേരെയും എന്നും ബഹുമാനവും സ്നേഹവും ഉള്ള ആളാണ് ഞാൻ. അതിൽ സിദ്ദിഖ് പോയി, ലാല് വലിയ നടനായി മാറി. ഇപ്പം ഞാൻ അന്വേഷിച്ച് പറഞ്ഞത് ലക്ഷങ്ങൾ വാങ്ങുന്ന, പല ഭാഷകളിൽ അഭിനയിക്കുന്ന, ഒരു ദിവസം പോലും ഫ്രീ അല്ലാത്ത ലാൽ. അതുകൊണ്ട് തന്നെ ഒരുപാട് കാലമായി ഞങ്ങളെ വിളിച്ചിട്ട് അവർ 2 പേരും കൂടി ചെയ്ത റാംജി റാവു സ്പീക്കിംഗ് എന്ന് പറഞ്ഞ മനോഹരമായ സിനിമയെക്കുറിച്ച് ഹിറ്റുകളുടെ കഥയിൽ സംസാരിക്കാൻ കഴിഞ്ഞത് എൻ്റെ ജന്മപുണ്യമാണ് എന്ന് കരുതിക്കൊണ്ട് ലാലേട്ടന് ഒരുപാട് അവസരങ്ങളും ഒരുപാട് തിരക്കും ഒരുപാട് ബഹുമതികളും ഒക്കെ നേടാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സിനിമയിൽ നിന്നൊരു വോളണ്ടറി റിട്ടയർമെൻറ്റ് പോലെ എടുത്ത് വീട്ടിൽ സന്തോഷവാനായി കഴിയുന്ന പാച്ചിക്ക. ഞാൻ മാറ്റിയുടെ ഒരു എക്സിക്യൂട്ടീവിന് പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഞാനും GS വിജയനും കൂടെ പാച്ചിക്കയുടെ ആലപ്പുഴയിലുള്ള വീട്ടിൽ കയറുമ്പോൾ അദ്ദേഹവും 3-4 സുഹൃത്തുക്കളും ആയിരുന്ന് ചീട്ട് കളിക്കുകയാണ്. ഇപ്പോൾ പുള്ളിക്ക് അതേ ഉള്ളൂ ജോലി, വേറെ ഒന്നുമില്ല. സന്തോഷമായിട്ട് നല്ല അലക്ക് തേച്ച ഡ്രസ്സൊക്കെ ഇട്ടിരുന്ന് ആഘോഷിച്ച് അവരുടെ കൂട്ടുകാരുടെയൊക്കെ തമാശ പറഞ്ഞിരുന്ന് ചീട്ട് കളിക്കും. ഇടയ്ക്ക് ഇതിലെ വരുമ്പോൾ വരണമെന്നൊക്കെ എൻ്റെ പറയുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഒരു മകളുടെ കല്യാണത്തിന് വിളിച്ച് ഞാൻ പോവുകയും ചെയ്തു. ഒരുപാട് കാലമായി പാച്ചിക്കയും കണ്ടിട്ട്. കാരണം ഫെഫ്കയിലും മാക്ടിയിലൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവരെ ആരെയും ഇപ്പോൾ കാണാറില്ല, അല്ലെങ്കിൽ ജനറൽ ബോഡിക്കെങ്കിലും കാണുമായിരുന്നു. വിശാല ഹൃദയനായ, നല്ല സിനിമാക്കാരനായ, നല്ല മനുഷ്യപ്പറ്റുള്ള പാച്ചിക്കയ്ക്കും ലാലിനും എല്ലാ ആയുസ്സും ആരോഗ്യവും നേർന്നുകൊണ്ട് അകാലത്തിൽ പോയ സിദ്ദിഖിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഹിറ്റുകളുടെ കഥ എന്ന പരമ്പരയിലെ റാംജി റാവു സ്പീക്കിങ്ങിനെ കുറിച്ചുള്ള ഈ പ്രോഗ്രാം ഇവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി, നമസ്കാരം.